ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ഉണർവിൻ്റെ 16ാമത്തെ പ്രോഗ്രാമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ്. ഇന്ന് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ് ഹിസ് വേഴ്സസ് ഹേഴ്സ്. ട്രെയിനറെ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാനും പോൾ സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. പോൾ സാറ് PCTA എറണാകുളം ജില്ലാ ട്രഷററാണ്. പോൾ സാർ, യു ആർ വെൽക്കം. ഗുഡ് ഈവനിങ് ഓൾ. ഈ നല്ല സായാഹ്നത്തിൽ നമുക്ക് ഉചിതമായ ഒരു സബ്ജക്റ്റുമായിട്ടാണ് നമ്മുടെ ജോൺ ബേബി സാറ് എത്തിയിരിക്കുന്നത്. ജോൺ ബേബി സാറ് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. അതുകൂടാതെ എനിക്ക് പരിചയം സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹബ് എന്ന രസകരമായ കൂട്ടായ്മയിൽ വെളുപ്പിനെ 5 മണിക്ക് ഉണർന്നിരുന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഈ റിട്ടയർഡ് ലൈഫിലും അത്യുത്സാഹവും കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അഗാധത്തിൽ പഠിച്ചിട്ടുള്ളതും ഒരു കൗൺസിലിങ്ങും സൈക്കോളജിസ്റ്റുമായ അദ്ദേഹത്തെ ഇന്ന് ഈ പ്രഭാഷണത്തിനായിട്ട് പ്രത്യേകം ക്ഷണിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഇതിൽ താല്പര്യപൂർവ്വം കേൾക്കണമെന്ന അഭ്യർത്ഥനയും എല്ലാവരെയും ഇൻഡിവിജ്വലായിട്ട് ഇന്നത്തെ സായാഹ്നത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ ഇതിലേക്ക് കിടക്കുന്നു. താങ്ക് യു. ജോൺ ബേബി സാർ, തുടങ്ങിക്കോളൂ. യെസ്. ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു ടോക്കിന് അവസരം തന്ന സാബു സാറിനും കോട്ടയം ജില്ലാ ഭാരവാഹികൾക്കും എൻ്റെ നന്ദി. പ്രിയപ്പെട്ട മനോഹർ സാർ, അവർ പ്രസിഡന്റ്, പോൾ പടയാട്ടി സാർ, and all my colleagues and respected members who are present here. മാരേജ് അല്ലെങ്കിൽ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. പക്ഷേ സന്തോഷമായ വിവാഹ ജീവിതം എന്തുകൊണ്ട് പലർക്കും സാധിക്കുന്നില്ല എന്നൊരു കാര്യത്തെപ്പറ്റി 1-2 വാക്കുകൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനൊക്കെ വിവാഹം കഴിക്കുമ്പോൾ ഈ പ്രൈവറ്റ് സ്പേസ്, മൈ സ്പേസ്, ഹെയർ സ്പേസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാലക്രമേണ ഞാൻ കേട്ടു തുടങ്ങി പ്രൈവറ്റ് സ്പേസ്. അത് ഇൻക്ലൂഡ് ചെയ്യുന്നു മൊബൈൽ ലോക്കിംഗ്, പ്രൈവറ്റ് ടോക്സ്, അത് സ്പൗസ് കേൾക്കാൻ പറ്റില്ലാതെ, പേഴ്സണൽ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സ്പൗസ് അറിഞ്ഞുകൂടാ, സ്പൗസിൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ലെവലിലേക്ക് വന്നപ്പോൾ നമ്മൾ കേട്ടു തുടങ്ങി മൈ ബാങ്ക് അക്കൗണ്ട്, ഹെയർ ബാങ്ക് അക്കൗണ്ട്, മൈ ഇൻവെസ്റ്റ്മെന്റ്സ്, ഹെയർ ഇൻവെസ്റ്റ്മെന്റ്സ്. Then picnic and time pass with my friends, with her friends, she with her friends, I with my friends. അത് പ്രത്യേകിച്ച് കേരളത്തിലൊരു കൾച്ചറാണ്. ആണുങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പെണ്ണുങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പിക്നിക്കിന് പോകുന്നത്. പുറത്ത് രാജ്യങ്ങളിലും അതുപോലെ ഞാൻ കേരളത്തിന് പുറത്തും എപ്പോഴും പിക്നിക്കെന്ന് പറയുമ്പോൾ ഒരു ഫാമിലി പിക്നിക്കാണ് പ്രായമായവർക്ക് വിവാഹം കഴിഞ്ഞവർക്ക് കാണാറുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ആണുങ്ങളുടെ മാത്രം പിക്നിക്ക്, പെണ്ണുങ്ങളുടെ മാത്രം പിക്നിക്ക്. അങ്ങനെ അടുത്ത ലെവലിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ കേൾക്കുന്നത് മൈ വാല്യൂസ് ആൻഡ് ഹെയർ വാല്യൂസ്. ഇതിനു മുമ്പ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഫാമിലി വാല്യൂസ് ആണ്. സംതിങ് കൺഡ്യൂസീവ് ടു ബ്രിങ് അപ്പ് ദ ചിൽഡ്രൻ, ലീവ് എ ഹാപ്പി ഫാമിലി ലൈഫ്. അതിന് ഫാമിലി വാല്യൂസ് ആയിരുന്നു ആവശ്യം. ഇപ്പോൾ ഫാമിലി വാല്യൂസിനെ പറ്റി ആരും പറയുന്നില്ല. ഹെയർ വാല്യൂസ്, മൈ വാല്യൂസ്. ഇതിൽ നിന്നുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, ചേഞ്ച് ഈസ് കോൺസ്റ്റന്റ്, വി കനോട്ട് സ്റ്റോപ്പ് ചേഞ്ച്. പക്ഷേ ഈ ഓരോ ചേഞ്ചിലും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പറ്റി എൻ്റെ കൗൺസിലിംഗിൽ ഉണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. 2 ക്ലാസ്മേറ്റുകൾ IIT പഠിച്ച് 2 പേർക്കും പ്ലേസ്മെന്റ് കിട്ടി. ഒരാൾ ഫോറിൻ അസൈൻമെന്റ് ആണ്, ഒരാൾ ഇന്ത്യയിലാണ്.
നല്ല ജോലി, നല്ല ശമ്പളം. കാലക്രമം രണ്ടുപേരും ഏതാണ്ട് ഒരു സമയത്ത് വിവാഹം ചെയ്തു. അവധിക്ക് വന്നപ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോ അവരും രണ്ടുപേരും അവരുടെ ഭാര്യമാരുമായിട്ട് മൂന്നാറിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഈ ഇതെല്ലാം സത്യമായിട്ട് നടന്ന കാര്യങ്ങളാണ്. രണ്ടുപേരും കോട്ടയത്തിനടുത്തുള്ള മിടുക്കന്മാര്, നല്ല കുടുംബത്തിലെ പയ്യന്മാരാണ്. അവരും അവരുടെ ഭാര്യമാരുമായിട്ട് മൂന്നാറിന് പോകുന്നു. ചെന്ന ദിവസം ടയേർഡായിട്ട് ആഹാരം കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം മൂന്നാറൊക്കെ ഒന്ന് കറങ്ങി. വൈകുന്നേരം ആയപ്പോൾ ശരി, നമുക്ക് ഒരേ പെക്ക് ആകാമെന്ന് പറഞ്ഞിരുന്നു. ആണുങ്ങൾ വിസ്കി തുടങ്ങി, പെണ്ണുങ്ങൾ ബിയർ തുടങ്ങി. പെണ്ണുങ്ങളെന്ന് ഭാര്യമാരും, രണ്ട് ഭാര്യമാരും രണ്ടാണുങ്ങളും. ഇത് നീണ്ടു പോയി 10 മണിയായി 11 മണിയായി. ഒരാൾ സജസ്റ്റ് ചെയ്തു, നമുക്ക് എന്തുകൊണ്ടൊരു സ്വാപ്പിംഗ് ആയിക്കൂടാ? രണ്ടുപേർക്കും മറ്റവന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഇഷ്ടമായി. ഏതായാലും 4 പേരും അത്ര നല്ല സുബോധാവസ്ഥയിലായിരുന്നില്ല. അവർ സ്വാപ്പിംഗ് ആയിക്കോട്ടെ. 2 പെണ്ണുങ്ങളും അവരവരുടെ മുറി പോയി, ആണുങ്ങൾ മുറി മാറി കയറി. രാവിലെ എണീക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ ഈ മദ്യത്തിന്റെ ലഹരിയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരു സ്ത്രീ, ഒരു ഭാര്യ, അതിലൊരാൾ എണീക്കുന്ന ഷോക്കോട് കൂടിയാണ്. ഏറ്റത് ചങ്കത്തടിച്ചുള്ള കരച്ചിലും ബഹളവും തുടങ്ങിയ മുറിയിൽ നിന്ന്. മുറിയിലുണ്ടായിരുന്ന ആളേറ്റ് ഉടനെ അടുത്ത മുറി പോയി അങ്ങേരുടെ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിന്റെ കൂടെ ഇങ്ങേരുടെ ഭാര്യയും വന്ന് എല്ലാവരും കൂടി അങ്ങേരെ സ്വാതന്ത്ര്യപ്പെടുത്താൻ നോക്കി. പറ്റുന്നില്ല. അങ്ങേരെ ഒരേ കരച്ചില്. അവർ ടൂർ അവിടെ നിർത്തി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ ആരോ എവിടെ വെബ്സൈറ്റ് നോക്കിയിട്ട് എന്നെ വിളിച്ചു, സാറ് ഒരു കൗൺസിലിംഗ് വേണം, ഇതാണ് സംഭവം നടന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഒരു സെഷൻ കൊണ്ട് മതിയാവുന്നതല്ല, ഇത് റിയലി ട്രോമയാണ്, ഇതിന് കുറെ കൗൺസിലിംഗ് വേണ്ടി വരും, നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെ അവരങ്ങ് മാറി. ഇനി വേറൊരു സംഭവം നമ്മുടെ ചുറ്റുപാടും സാധാരണ നടക്കുന്ന സംഭവമാണ്. എൻ്റെ നാട്ടിൽ നടന്ന സംഭവമാണ്. എൻ്റെ അടുത്ത് കൗൺസിലിംഗിൽ വന്ന കഥയാണ്. ആന്റണി ചേട്ടൻ, അന്നമ്മ ചേച്ചി. ആന്റണി ചേട്ടൻ ജീവിതം തുടങ്ങിയത് ഒരു പെയിന്റ് കടയിൽ ഡെയിലി വേജസ് ജോലി ചെയ്താണ്. പക്ഷെ ആന്റണി ചേട്ടൻ നല്ല ഇച്ചിരി ബുദ്ധിമാനായിരുന്നു, ഇച്ചിരി കഴിവുണ്ടായിരുന്നു. കാലക്രമേണ പുള്ളി പെയിന്റിന്റെ ബിസിനസ് പഠിച്ചു. പുള്ളി ഒരു കട വാടകയ്ക്ക് എടുത്ത് സ്വന്തം പെയിന്റ് ബിസിനസ് തുടങ്ങി. അതോടുകൂടി നിറയെ കാശ് പുള്ളി കണ്ടു തുടങ്ങി. കുട്ടികൾ 2 പേരും വലുതായി. മോൻ സിംഗപ്പൂരുണ്ട്, മോളെ കല്യാണം കഴിച്ച പുള്ളിക്കാരി പുറത്തുമാണ്. വയസ്സ് 55-60 ആന്റണി ചേട്ടന് കൂട്ടുകാരുണ്ടായി. വൈകുന്നേരം വരുമ്പോൾ ഒരു പെഗ് കഴിക്കും, 2 പെഗ് കഴിക്കും. കഴിച്ചിട്ട് വരുന്ന ദിവസം അന്നമ്മ ചേച്ചി മിണ്ടില്ല, ആഹാരം കൊടുക്കില്ല, വഴക്ക് തുടങ്ങി. ഒരു മഴ ദിവസം ആന്റണി ചേട്ടൻ 2-3 കഴിഞ്ഞ് സ്കൂട്ടറിലാണ് വരുന്ന വഴിക്ക് സ്കൂട്ടറിൽ നിന്ന് സ്കിഡായി ഒന്ന് വീണു. ചെറിയൊരു ആക്സിഡന്റ്, കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഇതോടെ അറിഞ്ഞതോടുകൂടി മോൻ എന്നെ വിളിച്ചു സിംഗപ്പൂരിൽ നിന്ന്, സാറേ എങ്ങനെയെങ്കിലും ഞാൻ അവർ 2 പേരെയും വിടാം, ഒന്ന് കൗൺസിൽ ചെയ്യണം. ഞാൻ 2 പേരെ ഇരുത്തി. അപ്പോ ആന്റണി ചേട്ടൻ പറഞ്ഞു, ഞാൻ 2 പെഗ് ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട്, ഇപ്പോൾ ബാങ്കിൽ ബാലൻസ് ഉണ്ട്, ഞാൻ 2 പെഗ് കഴിക്കുന്നതിൽ എന്താ തെറ്റ്? എനിക്കത് നിർത്താൻ പറ്റൂല. അന്നമ്മ ചേച്ചി പറയണത്, സാറേ ഞാൻ അതൊരിക്കലും സമ്മതിക്കില്ല. മദ്യം സാത്താനാണ്. പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, മദ്യം സാത്താനാണ്, മദ്യം കഴിക്കുന്നത് സാത്താനെ സേവിക്കുന്നതിന് തുല്യമാണെന്ന്. എൻ്റെ വീട്ടിൽ മദ്യം കൊണ്ടുവരാൻ ഒരു രീതിയിൽ ഞാൻ സമ്മതിക്കില്ല, കുടിച്ചിട്ട് വരാനും ഞാൻ സമ്മതിക്കില്ല. ആന്റണി ചേട്ടനും അന്നമ്മ ചേച്ചിയും ഒരു പള്ളിയിലാണ് പോകുന്ന, ഒരാഴ്ചന്റെ പ്രസംഗമാണ് കേൾക്കണേ. അന്നമ്മ ചേച്ചിയെ സംബന്ധിച്ചോളം മദ്യം സാത്താനാണ്. ആന്റണി ചേട്ടനെ സംബന്ധിച്ചോളം മദ്യം സന്തോഷവും സമാധാനം തന്നെ ഗബ്രിയേൽ ദൂതനാണ്. ശരിക്കും
ആ ദൈവത്തിൻ്റെ അയച്ച ഏഞ്ചലാണ്. ഞാൻ വളരെ പറഞ്ഞു നോക്കി അന്നമ്മ ചേച്ചിയോട്, ഈ കുടിച്ചിട്ട് ഓടിക്കുമ്പോഴാണ് പ്രശ്നം, ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അതുപോലെ അന്നച്ചേട്ടൻ പറഞ്ഞു, വീട്ടിലാണെങ്കിൽ ഞാൻ പ്രോമിസ് ചെയ്യാം, അവർ ഒഴിച്ചു തന്നാൽ എനിക്ക് 2 പേർക്ക് മതി, അതിൽ കൂടുതൽ വേണ്ട, അതിൽ കൂടുതൽ ഒരിക്കലും കുടിക്കില്ല. അതും ശനിയും ഞായറുമാണ്, ഇട ദിവസം മാക്സിമം വേണമെങ്കിൽ ഒരു പെക്ക, ഇല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ മറിയാമ്മ ചേച്ചിയോട് അന്നമ്മ ചേച്ചിയോട് വളരെ കാര്യമായിട്ട് പറഞ്ഞു നോക്കി, പുള്ളി വീട്ടിലിരുന്ന് കുടിക്കട്ടെ, ആക്സിഡന്റ് ഒഴിവാക്കാം. പുള്ളിക്ക് അപ്പൊ എത്ര കുടിക്കുന്നതെങ്കിൽ കൺട്രോൾ വെക്കാൻ പറ്റും. പുറത്ത് കുടിച്ചാൽ കൺട്രോൾ ഉണ്ടാവില്ല. പിന്നെ കൂടെ കൂടുന്ന കൂട്ടുകാരെ ആരൊക്കെയാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. വയസ്സ് 60-65 ആയില്ലേ, 60 കഴിഞ്ഞില്ലേ, ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ച് ജീവിക്കട്ടെ, എത്ര കാലം ഉണ്ടെന്ന് ആർക്കറിയാം. എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അന്നമ്മ ചേച്ചി സമ്മതിക്കില്ല. മദ്യം സാത്താനാണ്, സാത്താൻ സേവ എൻ്റെ വീട്ടിൽ ഞാൻ അനുവദിക്കില്ല. അത് വേറൊരു കഥ. മൂന്നാമതൊരു കഥ, ഇതും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ്, ലേറ്റസ്റ്റ് ന്യൂ ജെൻ ആണ്. UK ജേർണലിസം പഠിച്ചു വന്ന മിടുക്കിയ ഒരു പെങ്കൊച്ച്. ഹസ്ബൻഡ് ആണെങ്കിൽ നല്ല ആർക്കിടെക്റ്റ്, വെൽ നോൺ ആർക്കിടെക്റ്റ്. ഹസ്ബൻഡിന് 39 വയസ്സായി, വൈഫിന് 36-37 ആയി കഴിഞ്ഞു. ഹസ്ബൻഡിന് ഇപ്പോൾ ഒരാഗ്രഹം, ഒരു കുട്ടി വേണം. വൈഫ് പറയണു, ഞാൻ വിവാഹത്തിന് മുമ്പേ ഞങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, നമുക്ക് കുട്ടികൾ വേണ്ട എന്ന്. UK പഠിച്ചു വന്ന മിടുക്കിയായ കുട്ടിയാണ്. നല്ല കോമൺ സെൻസും നല്ല ലാംഗ്വേജും നല്ല അറിവും ഗ്ലോബലി നല്ല ബുക്ക് റീഡിങ്ങും ഗ്ലോബൽ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് എല്ലാം നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാണ്. അപ്പൊ വൈഫിന്റെ ആർഗ്യുമെന്റ് വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ വിവാഹത്തിന് മുമ്പേ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, നമുക്ക് കുട്ടികൾ വേണ്ടായിരുന്നു. ഹസ്ബൻഡ് പറയണ, സാറേ ശരിയാണ്, ഞാൻ എഗ്രി ചെയ്തിരുന്നു. ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി, എനിക്കിപ്പൊ തോന്നുന്നു ഒരു കുട്ടി ഉണ്ടെങ്കിൽ നല്ലതാണ്, അതെനിക്കൊരു പ്രത്യേക സന്തോഷം തരുമെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. വൈഫ് വില്ലിങ് അല്ല. ഈ ബന്ധം അങ്ങനെ തന്നെ വഴക്കിലും കാര്യം രണ്ടുപേരും 2 രീതിയിലായിട്ട് പോകുന്നു. നമുക്ക് ഒരു രീതിയിൽ ഒരു കോംപ്രമൈസിൽ രണ്ടുപേരും വില്ലിങ് അല്ല. ഇനി ഇതെല്ലാം നടന്ന സംഭവങ്ങളാണ്, വന്ന കാര്യങ്ങളാണ്. വേറൊരു കാര്യം നടന്നത് വേറെ നല്ല ഒരു, എൻ്റെ നാടിനടുത്തുള്ള നാട്ടിലാണ്. നല്ല കുടുംബത്തിലൊരു കാത്തലിക് ആയിട്ട് നന്നായിട്ട് വളർത്തി ഒരു പെങ്കൊച്ച് വിവാഹം കഴിച്ചത് ഒരു ബ്രാഹ്മണയാണ്. ഓക്കെ, വിവാഹം കഴിച്ചപ്പോൾ അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകും. നമുക്ക് കുട്ടികളുണ്ടായാൽ നമ്മൾ ക്രിസ്ത്യനും ആക്കി വളർത്തില്ല, ഹിന്ദു ആയിട്ടും വളർത്തില്ല, ഒരു റിലിജിയനും ഫോളോ ചെയ്യില്ല. ഒരു നല്ല പെങ്കൊച്ചുണ്ടായി, കുട്ടിക്ക് 2-3 വയസ്സായി. കുട്ടിക്ക് ചില ബാലാരിഷ്ടങ്ങൾ, കുറച്ച് അസുഖങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. ചെറുക്കൻ്റെ അമ്മ പറഞ്ഞു, ഇല്ല, നമുക്ക് ഈ അമ്പലത്തിൽ കൊണ്ട് ഈ വഴിപാട് ചെയ്താൽ കാര്യങ്ങൾ മാറുമെന്ന്. അപ്പോൾ ആ വൈഫ്, കാത്തലിക്കായ വൈഫ്, ഒരു രീതിയിലും അലവ് ചെയ്യില്ല. വൈഫ് ഇല്ലാത്തൊരു ദിവസം കുട്ടിയെ കൊണ്ട് കുട്ടിയുടെ അമ്മൂമ്മയും അച്ഛനും കൊണ്ടുപോയി അമ്പലത്തിൽ കൊണ്ടുപോയി ചില വഴിപാടുകളൊക്കെ നടത്തി കൊണ്ടുവരുന്നു. അമ്മ വരുമ്പോഴേ കുട്ടി കാര്യമൊക്കെ പറഞ്ഞു, ഞങ്ങൾ അമ്പലത്തിൽ പോയിരുന്നു, അത് ചെയ്തു, ഇത് ചെയ്തു. അതോടെ അവിടെ വഴക്ക്. അദ്ദേഹം ഭാര്യ കുട്ടിയെ എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചൊരു പോക്ക്. രണ്ടുപേരും ഈ പറഞ്ഞ മാതിരി എൻ്റെ അടുത്ത് വന്നു. ഒരു രീതിയിലും അടുക്കാൻ ബുദ്ധിമുട്ട്, കോംപ്രമൈസിന് വില്ലിങ് അല്ല. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന, സാധാരണ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് വേറൊരു ഇതുപോലെ നമ്മുടെ പല വീടുകളിൽ ഉണ്ടാകാവുന്ന വേറൊരു സംഭവമാണ്. ഒരു രാമകൃഷ്ണൻ, നല്ല ഒരു റിലീജിയസ് മാനാണ്. പുള്ളി വളരെ സ്നേഹത്തോടെ വളർത്തിയ മോള് കോളേജിൽ പഠിക്കുന്ന കാലത്തെ, ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്തെ ഒരു മുസ്ലിം ബോയായിട്ട് ലവായി.
അവള് ഗ്രാജുവേഷൻ കഴിഞ്ഞ് PG കഴിഞ്ഞു, ഒരു നല്ല കോളേജിൽ ലെക്ചറായി കയറി. അവൾ പക്ഷെ ഈ ലവിൽ നിന്ന് ഒഴിവാകാൻ ഒരു രീതിയിലും തയ്യാറായില്ല. അച്ഛനും അമ്മയും എന്തെല്ലാം ഫോഴ്സ് ചെയ്തിട്ടും അവൾ മാറുവാൻ റെഡിയായില്ല. അവൾ അവന്റെ കൂടെ രജിസ്റ്റർ വിവാഹം ചെയ്ത് മുസ്ലിം ഫാമിലിയിലേക്ക് പോയി. വർഷങ്ങൾ കഴിഞ്ഞു അവൾക്ക് ഒരു കുട്ടിയായി, 2 കുട്ടിയായി. അപ്പന് മോളെന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനായിരുന്നു. അപ്പന് മോളെയും കുടുംബത്തെയും വീട്ടിൽ വിളിച്ച് വെൽക്കം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പന് കൊച്ചുമോളെ കയ്യിലെടുക്കാനും അല്ലെ കൊച്ചുമോനെ കൊണ്ടു നടക്കാനും താലോലിക്കാനും ഒക്കെ ഭയങ്കര ആഗ്രഹം. അതുപോലെ സ്വന്തം മോളെയും മരുമോനെയും വീട്ടിൽ വിളിക്കാനും ഭയങ്കര ആഗ്രഹം. വൈഫ് യാതൊരു വിധത്തിലും സമ്മതിക്കില്ല. അവളെ ഒരു കാരണവശാലും ഈ വീട്ടിൽ കയറാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ ചിതയ്ക്ക് തീ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനു മുമ്പ് അവളെ ഈ പഠിക്കകത്ത് കയറരുത്. അമ്മയുടെ പിടിവാശി. രണ്ടുപേരും തമ്മിൽ ഇതിന്റെ പുറത്ത് 2 മുറിയിലാണ് കിടക്കുന്നത്. പരസ്പരം വർത്തമാനം പറയുന്നില്ല. രണ്ടുപേരും മാനസിക സംഘർഷത്തിൽ. ഇതെല്ലാം നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചു പോവാണ്. നമുക്ക് ഈ മൈ സ്പേസ്, ഹിസ് സ്പേസ്, മൈ ഫ്രണ്ട്സ്, ഹിസ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഹെയർ ഫ്രണ്ട്സ്, മൈ അക്കൗണ്ട്, ഹെയർ അക്കൗണ്ട്, മൈ ഇൻവെസ്റ്റ്മെന്റ്, ഹെയർ ഇൻവെസ്റ്റ്മെന്റ്, മൈ പേഴ്സണൽ, മൈ വാല്യൂസ്, ഹെയർ വാല്യൂസ്. പ്രായോഗികമായിട്ട് എത്രമാത്രം ഫീസിബിൾ ആണ്? പ്രായോഗികമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്? നമുക്കൊന്ന് ചിന്തിച്ചാൽ ഫാമിലി ലൈഫ് ഈസ്, ഞാൻ ഓൾവേസ് ടെൽ, വെൻ ലൈഫ് ഈസ് സിമ്പിൾ, ലൈഫ് ഈസ് ഹാപ്പി. Your life is very happy. You will be very happy when you lead a simple life. But അത് എപ്പോഴാണ് സിമ്പിൾ ലൈഫായി നയിക്കാൻ പറ്റുന്നത്? വെൻ യു ഹാവ് എ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് husband and wife have some compatibility in their beliefs, in their values. ഹസ്ബൻഡും വൈഫുമായിട്ട് അവരുടെ ബിലീഫ്സിൽ, അവരുടെ വാല്യൂസിലൊരു കമ്പാറ്റബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്, ഈ കമ്പാറ്റബിലിറ്റി പണ്ടൊക്കെ ഒരുപാട് പഠിച്ചും അന്വേഷിച്ചും പല രീതിയിലും നമ്മൾ മാച്ച് ചെയ്തിട്ടും ഒക്കെയായിരുന്നു വിവാഹങ്ങൾ. അറേഞ്ച്ഡ് മാരേജസ് ആണെങ്കിലും, പല സമൂഹത്തിലും അറേഞ്ച്ഡ് മാരേജസ് ആണെങ്കിലും ഹസ്ബൻഡും വൈഫുമായിട്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അഡ്ജസ്റ്റ്മെന്റ്സിൽ കൂടുതൽ അവിടെ അവർക്ക് രണ്ടുപേർക്കും കോമൺ വാല്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്റർ കാസ്റ്റ് മാരേജസ്, ഇന്റർ റിലീജിയസ് മാരേജസ്, 20-year-old മാരിങ് 40-year-old, അങ്ങനെ ഒന്നും നമുക്ക് കേൾക്കാനില്ലായിരുന്നു. അന്നത്തെ വിവാഹങ്ങൾ മിക്കവാറും ഒക്കെ പേരൻസ് കണ്ടുപിടിച്ചതും അറേഞ്ച് ചെയ്തതും അവരായിട്ട് കുറച്ച് കമ്പാറ്റബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് കഴിക്കുന്ന വിവാഹമായിരുന്നു. രണ്ടുപേരും ഏതാണ്ട് ഒരേ രീതിയിൽ, ഒരേ വിശ്വാസത്തിൽ, ഒരേ വാല്യൂസിൽ മുമ്പോട്ട് പോകുന്നവരായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെയൊരു ചിന്തയിൽ, അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വിശ്വാസമേ ഇല്ല. അതെല്ലാം തകർന്നു പോയി. അതെല്ലാം കൊള്ളില്ലാത്ത പഴയ കാലത്തെ പഴഞ്ചൻ മെത്തേഡായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന സ്നേഹമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. നമുക്ക് ഏത് പ്രായക്കാരനെയും കല്യാണം കഴിക്കാം, ഏത് ജാതിയിൽ നിന്നും കല്യാണം കഴിക്കാം, ഏത് കാസ്റ്റിൽ നിന്നും കല്യാണം കഴിക്കാം. വാല്യൂസ് എന്താ? അത് ഹി ക്യാൻ ഹാവ് ഹിസ് സ്പേസ്, ഐ ക്യാൻ ഹാവ് മൈ സ്പേസ്, I can have my friends, he can have his friends.
ആ രീതിയിലുള്ളൊരു കണക്കുകൂട്ടലാണ്. അത് ഈ പറഞ്ഞ രീതിയിൽ കാലക്രമേണ നമ്മുടെ ജീവിതം കോംപ്ലിക്കേറ്റഡ് ആക്കി തീർക്കുകയാണ്. പലപ്പോഴും ഈ കോംപ്ലിക്കേഷൻസ് വളരെ അൺഹാപ്പി ആയിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിക്കുകയാണ്. എല്ലാം ഡൈവേഴ്സിലെത്തിയില്ലെങ്കിലും ജീവിക്കുമ്പോൾ രണ്ടു മുറിയിൽ കിടന്നുറങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുകയും ചെയ്യാത്തൊരു ജീവിതത്തിലേക്ക് മാറുകയാണ്. കാരണം ലോകം മുഴുവൻ നോക്കിയാൽ 2 വിഭാഗത്തിലൊന്ന് ഡൈവേഴ്സിൽ എത്തുന്നു എന്നുള്ളതാണ് കണക്ക്. കേരളത്തിലാണെങ്കിൽ ഏതാണ്ട് 3 മാരേജിൽ 1 മാരേജ് ഡൈവേഴ്സിൽ എത്തുന്നത്. അപ്പൊ 3-ൽ 2 പേരാണ് കല്യാണം കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ 2 പേരില് പല എസ്റ്റിമേറ്റും പറയുന്ന അപ്രോക്സിമേറ്റ്ലി 50% ഓഫ് ദ മാരേജസ്, that is 50% of the husbands and wives are living in the same home. They are by name husband and wife, or outside world they are husband and wife, but inside they are no more husband and wife. They never talk to each other lovingly, they never sleep together, they never share same values, they never enjoy each other's company. അപ്പോ ഇവിടെ ഇരിക്കുന്ന നമ്മളീ കുറച്ച് പേര് ഈ 3-ൽ ഒന്നിപ്പെട്ടതാണ്. സന്തോഷിച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിതം നയിക്കുന്നതാണ്. അപ്പൊ ഈ കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞ വലിയ ഒരു ഘടകമാണ് ജീവിതം നന്നാക്കുന്നതിൽ, മാരീഡ് ലൈഫ് ഹാപ്പി ആക്കുന്നതിൽ. രണ്ടാമത്തെ മേജർ ഘടകം എന്തെന്ന് ചോദിച്ചാൽ ട്രാൻസ്പെറൻസി. ഹസ്ബൻഡിന്റെ ഫോൺ എപ്പോഴും ലോക്കാണ്, വൈഫിന്റെ ഫോൺ എപ്പോഴും ലോക്കാണ്. വൈഫിന്റെ സോഷ്യൽ മീഡിയ ലോക്കാണ്, ഹസ്ബൻഡിന് കാണാൻ പറ്റില്ല. ഹസ്ബൻഡിന്റെ സോഷ്യൽ മീഡിയ വൈഫിന് കാണാൻ പറ്റില്ല. ഹസ്ബൻഡിന്റെ പണമിടപാടുകളെ പറ്റി, ബോറോയിങ്ങിനെ പറ്റി, സ്പെൻഡിങ്ങിനെ പറ്റി, ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി വൈഫിന് അറിഞ്ഞുകൂടാ. വൈഫിന്റെ ബോറോയിങ്ങിനെ പറ്റിയും വൈഫിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും ഹസ്ബൻഡിന് അറിഞ്ഞുകൂടാ. എൻ്റെ അടുത്ത് വന്ന പല കപ്പിൾസിലും ഹസ്ബൻഡിന്റെ ഇൻകം എത്രയാന്ന് ചോദിച്ചാൽ വൈഫിന് അറിഞ്ഞുകൂടാ. വൈഫിന്റെ ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചാൽ ഹസ്ബൻഡിന് അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നത്? 2 കാര്യങ്ങൾ ഫണ്ടമെന്റലായിട്ട് ഒരു ഫാമിലി ലൈഫിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രസ്റ്റും ലവുമാണ്. ലവ് ആൻഡ് ട്രസ്റ്റ്. ഈ 2 പില്ലേഴ്സിലാണ് ഒരു ഫാമിലി ലൈഫിന്റെ വിജയം നിൽക്കുന്നത്. ഈ ലവും ട്രസ്റ്റും വാക്കുകളിലൂടെ നമുക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, നേടാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ ലോകത്തുള്ള നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹം ഇഷ്ടമായിട്ട് മേടിക്കുന്നവരായനെ. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ നമ്മൾ വകമഴിഞ്ഞ് സ്നേഹിച്ചല്ലേ. പക്ഷെ വാക്കുകളിലൂടെ നമുക്ക് ഒരിക്കലും സ്നേഹവും ട്രസ്റ്റും നേടാൻ സാധിക്കില്ല. ലവ് ആൻഡ് ട്രസ്റ്റ് ബോത്ത് ക്യാൻ ബി ബിൽറ്റ് ഓൺലി ഇൻ അവർ ആക്ഷൻ, നോട്ട് ഇൻ അവർ വേർഡ്സ്. നമ്മുടെ പ്രവൃത്തികളിലൂടെ മാത്രമേ നമുക്ക് ട്രസ്റ്റും ലവും ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ട്രാൻസ്പെറൻ്റ് ആണ്. ഞാൻ കുളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുന്ന നേരത്ത് എൻ്റെ ഫോൺ അടിച്ച് എൻ്റെ വൈഫ് എടുത്ത് നോക്കണം, ആൻസർ ചെയ്യണം. എൻ്റെ വൈഫ് കുളിക്കാൻ പോകുമ്പോഴോ വാഷ് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കിച്ചണിൽ തിരക്കിലുവാണെങ്കിൽ പുള്ളിക്കാരത്തിൻ്റെ ഫോൺ അടിച്ചാൽ ഞാൻ എടുത്ത് കാണുകയും ആൻസർ പറയുകയും ചെയ്യണം. ഞാൻ പോകുന്ന സ്ഥലങ്ങളെ പറ്റി എൻ്റെ വൈഫ് അറിഞ്ഞിരിക്കണം. എൻ്റെ വൈഫ് പോകുന്ന സ്ഥലങ്ങളെ പറ്റി ഞാൻ അറിഞ്ഞിരിക്കണം. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേണും എൻ്റെ വൈഫ് അറിഞ്ഞിരിക്കണം. വൈഫിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേണും ഞാൻ അറിഞ്ഞിരിക്കണം. അപ്പോഴെന്തുകൊണ്ട് 2 പേർക്കും
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ഐ നോ വാട്ട് മൈ ഹസ്ബൻഡ് ഈസ് ഡൂയിങ്, ഐ നോ ഹിം മോർ ദാൻ എനിബഡി എൽസ്. ഐ നോ മൈ വൈഫ്, what she is doing, how much she is earning, how much she is spending, and how much she is saving. അതൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ആ ട്രസ്റ്റ് നമുക്ക് സ്ഥായിയായ ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യും. ട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്നേഹം ഉണ്ടാവുള്ളൂ. ട്രസ്റ്റ് ഇല്ലാതെ ഒരിക്കലും നമുക്കൊരു സ്നേഹം ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ലവ് ഈസ് വെരി ഫണ്ടമെന്റൽ, ബട്ട് ലവ് നീഡ്സ് ട്രസ്റ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ലവ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ടോട്ടലി ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഒരു ഗ്ലാസ്, ഞാൻ എപ്പോഴും പറയും, ഒരു ഗ്ലാസ് മാതിരി ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഒരു ഗ്ലാസ്സിൽ വെള്ളമുണ്ടെങ്കിൽ, വെള്ളം നിറച്ചാൽ അതിൽ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് പുറമേന്ന് കാണാൻ പറ്റും. അതുപോലെയാണ് ഞാൻ ട്രാൻസ്പെറൻ്റ് ആവുമ്പോൾ എൻ്റെ മുഖവും, എൻ്റെ വൈഫ് എൻ്റെ മുഖം കാണുമ്പോഴേ പറയും, അയ്യോ ഇന്നെന്ത് പറ്റി, വല്ലാതെ ക്ഷീണിച്ചല്ലോ, എന്താ വല്ല സ്ട്രെസ്സുണ്ടോ, എന്താ ആരെങ്കിലും കടം ചോദിച്ചോ, അതോ ചോദിച്ചവരാരെങ്കിലും തരാൻ വിസമ്മതിച്ചോ? ആ മുഖത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവും. ഒരു വൈഫിൻ്റെ വിഷമം ഭർത്താവിന് മനസ്സിലാവും. ആ ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ മനസ്സിലാക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യും. അപ്പോൾ ട്രാൻസ്പെറൻസി ലൈഫ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൂന്നാമതായിട്ട്, അക്സെപ്റ്റിംഗ് ആൻ ഇൻഡിവിജ്വൽ ആസ് ഹി ഈസ് ഓർ ആസ് ഷീ ഈസ്. ഈ പറഞ്ഞ എക്സാമ്പിള് നമ്മൾ ആന്റണി ചേട്ടൻ്റെ കഥയെടുത്താൽ, അന്നമ്മ ചേച്ചി ഒന്ന് വിചാരിച്ച പാവം 60-65 വയസ്സ്, 55-60 വയസ്സായി, ചെറുപ്പം മുതലേ കൂലിവേല ചെയ്ത് ഡെയിലി വേജസ് വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ സ്വന്തം ബിസിനസ്സായി, കാശ് സമ്പാദിക്കുന്നുണ്ട്, കുട്ടികൾ 2 പേരും കല്യാണം കഴിച്ച് സെറ്റിലായി. ഇനി എത്ര കാലം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അങ്ങേർക്ക് ഒരു പെഗ് കഴിഞ്ഞ് കഴിച്ചോട്ടെ, എൻ്റെ വീട്ടിലിരുന്ന്, എൻ്റെ ഫ്രണ്ടിലിരുന്ന്, എൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചോട്ടെ, ഞാൻ അങ്ങേർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന അന്നമ്മ ചേച്ചി എന്ന് വിചാരിച്ചാൽ ആ വീട് സന്തോഷമായിട്ട് 2 പേരും മുമ്പോട്ട് വളരെ കാലം പോയി. പക്ഷേ അന്നമ്മ ചേച്ചിയെ സംബന്ധിച്ചോളം അത് അംഗീകരിക്കാൻ ഇമ്പോസിബിളാണ്. ഞാൻ കുടിക്കാതിരിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കുടിക്കാതിരുന്നുകൂടാ എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. ലോകത്തിലെല്ലാവരും കുടിക്കുന്നില്ലല്ലോ, ഞാൻ കുടിക്കുന്നില്ലല്ലോ, നിങ്ങളൊരു 10 കൊല്ലം മുമ്പ് കുടിക്കില്ലായിരുന്നല്ലോ, നിങ്ങളെന്നെ കല്യാണം കഴിച്ചപ്പോൾ കുടിക്കുന്നില്ലായിരുന്നല്ലോ. ഇതൊക്കെ ആണ് കമൻറ്റുകൾ, ആർഗ്യുമെൻറ്റ്സ്. അല്ല, പാവം ആന്റണി ചേട്ടനാണ്, അങ്ങേര് എൻ്റെ മാതിരിയല്ല, ഞാനല്ല, അങ്ങേര് കഴിക്കണമെങ്കിൽ 2 പേർക്ക് കഴിച്ചോട്ടെ, സമാധാനമായിട്ട് എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ കൂടെ ഉറങ്ങിക്കോട്ടെ എന്ന് ഒരു പക്ഷേ അന്നമ്മ ചേച്ചി വിചാരിച്ചാൽ, ആന്റണി ചേട്ടൻ ഇസ് ഡിഫറെൻറ്റ് ഫ്രം മീ, അങ്ങേര് ഞാനല്ല, ഞാൻ അങ്ങേരും അല്ല, അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഈ പറഞ്ഞ 2 പേരുടെയും ജീവിതം സന്തോഷപ്രദമായിട്ട് ഇനിയും നീണ്ടകാലം ജീവിക്കാൻ സാധിച്ചു. ഞാൻ 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും ഒരു രീതിയിൽ അവരെ കൊണ്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ഒരു ഫെയിലിയറാണ്. പാവം സിംഗപ്പൂരുള്ള മോനെ വിളിച്ച് പറഞ്ഞു, സോറി മാൻ, ഐ കനോട്ട് ഹെൽപ്പ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഒരു വിധത്തിലും നമുക്ക് മാറ്റാൻ പറ്റാത്ത, ഒരു വിധത്തിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏത്? നമ്മുടെ സ്പേസ്, ഇൻഡിവിജ്വൽ സ്പേസ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് സേവിങ്സ്. ഓരോ ഇൻഡിവിജ്വൽക്ക് അവരുടേതായ ഫണ്ട്സും അവരുടെ കമ്പനിയും. ഇങ്ങോട്ട് അവർ പോകുന്നു, ഇങ്ങോട്ട് ഇവർ പോകുന്നു എന്ന് അറിഞ്ഞുകൂടാ. വെറും 3 മാസം മുമ്പ് നടന്ന ഇൻസിഡൻ്റാണ്. 3 ഫ്രണ്ട്സ്, 5 ഫ്രണ്ട്സ് കൂടി ഒരു ട്രിപ്പ് പോയി നോർത്തിലേക്ക്. അപ്പം ഞാൻ അന്നും ചോദിച്ചു, ഇവരോട് അറിയാവുന്ന ഫ്രണ്ട്സാണ് ചോദിച്ചത്, എന്തുകൊണ്ട് വൈഫിനെ കൂടി കൊണ്ടുപോകുന്നില്ല, രാജസ്ഥാനിലേക്ക് പോകുന്നത്? ഇല്ല, അവർക്ക് എല്ലാവർക്കും ഒന്നിച്ചു വരാൻ പറ്റില്ല. അവർ പോയിട്ട് വന്നു. 1 മാസം കഴിഞ്ഞ് ഒരുത്തൻ സൂയിസൈഡ് ചെയ്തതിൽ 5 പേരിൽ ഒരാൾ. ഇവിടെ നടന്ന കഥയാണ്. 2ാമത്തെ ആള്
വൈഫുമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന അതിലൊരാൾ അപ്പോഴാണ് പറയുന്നത് പുള്ളിക്ക് HIV പോസിറ്റീവാണ്. 5 പേരിൽ 3 പേര് HIV പോസിറ്റീവായി തിരിച്ചു വന്നു. ആ പിക്നിക്ക് അവരുടെ വൈഫുമാരുമായിട്ട് പോയിരുന്നെങ്കിൽ അവർ പോയ മാതിരി ഹെൽത്തി ആയിട്ട് തിരിച്ചു വന്നേനെ. ഈ മൈ ഫ്രണ്ട്സ്, മൈ പിക്നിക്, മൈ സ്പേസ്, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നല്ലൊരു ജീവിതം നമ്മൾ എങ്ങനെയാണ് കോംപ്ലിക്കേറ്റഡ് ആക്കി അൺഹാപ്പി ആക്കിയത് എന്നുള്ളതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വെൻ യു ലിവ് സിമ്പിൾ. ഞാൻ ഓൾവേസ് ബിലീവ് ചെയ്യുന്നു, സിമ്പിൾ ആയിരിക്കുമ്പോൾ ലൈഫ് ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാവും, ഒരു സൊല്യൂഷൻ ഉണ്ടാവും. 90% കേസുകൾ നമ്മളായിട്ട് കോംപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നല്ല ഒരു തറവാടിത്തമുള്ള ഒരു ഹിന്ദു തറവാടിലൊരു ഒരു ചെറുപ്പക്കാരൻ, പുള്ളിയുടെ അച്ഛനും അമ്മയും കൂടെയുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ ഏക മകനാണ്. പുള്ളിക്കൊരു നല്ല വൈഫുണ്ട്. വൈഫ് ഹൗസ് വൈഫാണ്. ഇവർ 3 പേരും വീട്ടിലുണ്ട്. പുള്ളി നല്ല ബാങ്കിലെ ജോലിയാണ്. പുള്ളിയുടെ മാത്രം ഇൻകത്തിലാണ് വീട് മുഴുവൻ നടക്കുന്നത്. പക്ഷേ കാലക്രമേണ പുള്ളി ഓഫീസിൽ നിന്ന് ലേറ്റായി വരാൻ തുടങ്ങി. അപ്പോൾ വൈഫ് ചോദിച്ചാൽ പറയും, ഇല്ല, ഞങ്ങൾ ആണുങ്ങൾക്കാകുമ്പോൾ ഇച്ചിരി പ്രൈവറ്റ് ടൈം വേണം, ക്ലബ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, ഞാൻ അവൻ്റെ വീട്ടിൽ പോകും, എൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ ആ കാലക്രമേണയുള്ള വരവ് നീണ്ടു പോവുകയും വീണ്ടും 10 മണിയാവും, 11 മണിയാവും. അപ്പം ബാങ്കിൽ 11 മണി വരെ 12 മണി വരെ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബാങ്കിൽ ജോലിയില്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറഞ്ഞു. അവസാനം വന്ന് എന്താ പറ്റിയത്? ഒരു മുസ്ലിം പെൺകുട്ടിയുമായിട്ട്, അത് പെൺകുട്ടിയല്ല, വിവാഹം കഴിഞ്ഞ് 2 കുട്ടികളുള്ള ഒരു മുസ്ലിം സ്ത്രീയായിട്ട് അവൻ അടുപ്പമാവുകയും അവർ തമ്മിൽ പല രാത്രികളും പലയിടത്തും ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും അവസാനം അവൾ പ്രഗ്നൻ്റ് ആവുകയും അവൾ അബോർഷൻ സമ്മതിച്ചില്ല, അവൾക്കൊരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ഈ കഥകളെല്ലാം അവരുടെ വീട്ടിൽ വന്നു. അച്ഛന് ഷോക്ക്, അമ്മയ്ക്ക് ഷോക്ക്. വൈഫ് മിണ്ടില്ല, വർത്താനം പറയില്ല. ഇവിടെ എന്താ പറ്റിയത്? നമ്മൾ വാല്യൂസിനെ ഒരുപക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുക. അതിൽ കൂടുതൽ ഈ പ്രൈവറ്റ് സ്പേസ്, പ്രൈവറ്റ് ടൈം, പ്രൈവറ്റ് ഫ്രണ്ട്സാണ് ഈ സംഭവവികാസങ്ങളുടെ തുടക്കം. ആ വൈഫ് ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ, എനിക്കറിയണം നിങ്ങൾ എന്താ ലേറ്റായത്, എവിടെ പോയി, അത് കാണണം, അന്വേഷിച്ചിരുന്നെങ്കിൽ, പുള്ളിയെ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെയൊരു പ്രശ്നങ്ങളും ഇങ്ങനെയൊരു ആ കുടുംബം തകർച്ചയിലല്ല. എന്താണ് എൻ്റെ അടുത്ത് വന്നു, എനിക്ക് എന്ത് പറയാൻ പറ്റും? മുസ്ലിം ആ കുട്ടി സ്ത്രീയിലുണ്ടായ കുട്ടി അവൻ വിടാൻ തയ്യാറല്ല. അത് സ്വീറ്റ് ചൈൽഡ്, എനിക്ക് വേണം ആ ചൈൽഡ്. അവൾ പറയുന്നുണ്ട്, നീ കുട്ടിയുടെ ഫുൾ ഉത്തരവാദിത്വം എടുത്തോ, ഞാൻ എൻ്റെ പഴയ ഹസ്ബൻഡോടെ പൊക്കോളാം, വേറെ 2 കുട്ടികളുള്ളതാണ്. അതും ഇതിനെ കൊണ്ട് പറ്റുന്നില്ല, കുട്ടിക്ക് അമ്മയില്ലാതെ എങ്ങനെയാണ് പറ്റുന്നത്? ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. ഒരു രീതിയിലും നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അവനെ സംബന്ധിച്ചുള്ള സമാധാനമായിട്ട് ഒരു ദിവസം ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അവൻ്റെ അച്ഛൻ സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടോ? അമ്മ സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടോ? ഇല്ല. അവൻ്റെ വൈഫ് സമാധാനമായിട്ട് ഉറങ്ങുന്നുണ്ടോ? അവർ തമ്മിലുള്ള വഴക്ക്, ആ വീട്ടിലെ വഴക്ക്, ആ 2 കുട്ടികളുടെ, അവന് 2 കുട്ടികളുണ്ട്, ആ കുട്ടികളുടെ ഇമോഷണൽ മച്യൂരിറ്റി, ഇമോഷണൽ ബാലൻസിങ്, ഇമോഷണൽ ഗ്രോത്തിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യും? ഇതെല്ലാം വലിയ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറയും, ചേഞ്ച് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. വി കനോട്ട് സ്റ്റോപ്പ് ചേഞ്ച്. ചേഞ്ച് ഈസ് പെർമനൻറ്റ്. പക്ഷേ ചേഞ്ചിൽ നമ്മൾ അല്പം കെയർഫുൾ ആവണം. വാട്ട് ഈസ് ഗുഡ് ഫോർ അസ്, വാട്ട് ഈസ് നോട്ട് ഗുഡ് ഫോർ അസ്, ടു വാട്ട് എക്സ്റ്റെൻറ്റ് വി ക്യാൻ ചേഞ്ച്, ടു വാട്ട് എക്സ്റ്റെൻറ്റ് വി കനോട്ട് ചേഞ്ച്. ആ ക്ലാരിറ്റി നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കണം. ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഫാമിലിയിൽ ഒരിക്കലും ഹെയർ വാല്യൂസ്, ഹെയർ ബിലീഫ്സ്, ഹെയർ റിലീജിയൻ, മൈ റിലീജിയൻ,
ആയാൽ അതൊരു ഫാമിലി വാല്യൂസ് ആവില്ല. അത് കെയർ വാല്യൂസും കെയർ ലൈഫും മൈ വാല്യൂസും മൈ ലൈഫും ആയിരിക്കും. അവിടെ ഒരു ഫാമിലി വാല്യൂസ് ഉണ്ടാവില്ല. ഫാമിലി വാല്യൂസ് ഉണ്ടാവാത്ത വീടുകളിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾ പലപ്പോഴും ഇമോഷണൽ ബാലൻസ് ഇല്ലാതെ, ഇമോഷണൽ മച്യൂരിറ്റി ഇല്ലാതെ വളർന്നു വരുന്ന അഡൾട്ടുകളാവുമ്പോൾ വളർന്നു വരും. അവർ സൊസൈറ്റിക്ക് പലപ്പോഴും ഒരു പ്രശ്നമായിട്ട് തീരുകയാണ്. ഹസ്ബൻഡും വൈഫും ആയിട്ടൊരു സന്തോഷകരമായ ഫാമിലി ആവണമെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: ഒന്നൊരു കമ്പാറ്റബിലിറ്റി, 2 ഒരു ട്രാൻസ്പെറൻസി, 3 അക്സെപ്റ്റിംഗ് ഈച്ച് പേഴ്സൺ ആസ് ഹി ഈസ്. എവറി ഇൻഡിവിജ്വൽ ഈസ് യൂണിക്. അക്സെപ്റ്റിംഗ് ആസ് ഇറ്റ് ഈസ്. ഇത് 3ഉം ഇൻകൾക്കേറ്റ് ചെയ്ത്, ഇത് 3ഉം നമ്മൾ മുറുകെ പിടിച്ചാൽ മാത്രമേ നമ്മുടെ കുടുംബം ഒരു സന്തോഷപ്രദമായ ഫാമിലി, ഒരു ഹാപ്പി ഫാമിലി ആവുകയുള്ളൂ. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സർ. സാർ പറഞ്ഞത് ഉത്തരം കിട്ടാത്ത, ഉത്തരം കൊടുക്കാൻ പറ്റാത്ത നീറുന്ന ചില ജീവിത പ്രശ്നങ്ങൾ തന്നെയാണ്. കഥാപാത്രങ്ങൾ ആരാണെങ്കിലും സംഭവങ്ങൾ ഇന്നത്തെ കാലത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. സാർ തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്. വിവാഹം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരിക്കും വിവാഹം തകരുമല്ല, തകർക്കപ്പെടുകയാണ്. ആരാണ് അതിൻ്റെ കാരണക്കാരെന്ന് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് വിവാഹങ്ങൾ ഇതുപോലെ തകർന്നു പോകുന്നത്? നമ്മളിങ്ങനെ പറയും, ഓരോ ജില്ലയിലും 4 കുടുംബ കോടതികൾ വീതമാണ് ഇപ്പം. എന്തിനാണിത് എന്ന് ചോദിച്ചാൽ അതിന് തീർച്ചയായിട്ടും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനെല്ലാം നമ്മളും ബാധ്യസ്ഥരാണ്. പല പല കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. സാറിൻ്റെ ടോപ്പിക് ഹിസ് ഹർ, സാർ ഒത്തിരിയും പോയിന്റുകൾ പറഞ്ഞു. ഹിസ് റിലീജിയൻ, ഹർ റിലീജിയൻ, ഹിസ് ഫ്രണ്ട്സ്, ഹർ ഫ്രണ്ട്സ്, ഹിസ് മണി, ഹർ മണി, ഹിസ് പേഴ്സണൽ സ്പേസ്, അതുപോലെ തന്നെ വാല്യൂസ്, ഹിസ് വാല്യൂസ്, ഹെർ വാല്യൂസ്, ഡിസിഷൻസ്, ഹിസ് ടേസ്റ്റ്, ഹർ ടേസ്റ്റ്. ഇങ്ങനെ അനവധിയായ കാരണങ്ങൾ. കമ്പാറ്റബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു, ലവ് ആൻഡ് ട്രസ്റ്റ്, ട്രസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ട്രാൻസ്പാരൻസിയെക്കുറിച്ച് പറഞ്ഞു, ഫാമിലിയുടെ എന്തുകൊണ്ടാണ് ഈ ശിഥിലീകരണം സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഫാമിലി തെറാപ്പിയും കപ്പിൾ തെറാപ്പിയൊക്കെ ഇന്ന് വളരെ സുലഭമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കൗൺസിലേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റിനാണ്. കാരണം ഒരിക്കലും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള കീറാമുട്ടികളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മൾ പൈസയല്ല, ഇവരെങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് മാറ്റാമെന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്നത്. കാരണം ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്തു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. ഇതൊക്കെ ഓർത്ത് നമ്മൾ പലപ്പോഴും രാത്രി ഉറക്കമില്ലാത്തതായി പോകുന്നു എന്നൊക്കെ വേണം ചിന്തിക്കാൻ. വളരെ ആധികാരിക പ്രാധാന്യമുള്ളൊരു വിഷയമാണ് ജോൺ ബേബി സാർ എടുത്തത്. താങ്ക് യു സാർ. എല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒത്തിരി പോയിന്റുകളാണ് സാർ തന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ചിന്തിക്കാം. വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. മനോഹർലാൽ സാർ തുടങ്ങും. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ജോൺ ബേബി സാറിന്റെ സബ്ജക്റ്റ് കണ്ടപ്പോൾ ആകെ അന്തം വിട്ടിരുന്നു. കാരണം ഏത് രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു കാര്യം സാറിനോട് ചോദിക്കുകയും ചെയ്തു. സാർ അത് വളരെ സസ്പെൻസായി വെച്ച് ഒട്ടിച്ച് നല്ല രസകരമായിട്ട് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. കാരണം നമുക്കൊക്കെ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന, നമ്മളെ ക്ലിനിക്കില് നമ്മളെ ക്ലയൻസിന്റെ മുമ്പിൽ ഫേസ് ചെയ്യുന്ന കാര്യം, കപ്പിൾ തെറാപ്പിയിലൊക്കെ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് സാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ അതിൽ സാറ് പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ലവ്, ട്രസ്റ്റ്, വളരെ ഞാൻ അതിൻ്റെ കൂടെ ഒരു കമ്മ്യൂണിക്കേഷനും കൂടി കൂട്ടാറുണ്ട് പലപ്പോഴും. ഈ കമ്മ്യൂണിക്കേഷൻ ഇന്ന് തുറന്ന രീതിയിലുള്ള ആശയവിനിമയങ്ങളെ ഇല്ലാത്ത ഒരു വലിയൊരു റിലേഷൻഷിപ്പിൽ വലിയൊരു ഫെയിലിയർ ആണ്. കാരണം നമ്മളെ പരസ്പരം എന്തും തുറന്നു പറയാനും എന്തും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രയാസം ഉണ്ടാവുന്നത്. അത് പലപ്പോഴും നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളെ പലപ്പോഴും ഈസ് ദ പ്രോബ്ലം അല്ലെ ഷീസ് ദ പ്രോബ്ലം എന്നുള്ള രീതിയിലാണ് വരാറുള്ളത്. അവിടെ ഒരു ഭയങ്കര ശണ്ട കൂടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെപ്പോഴും കാണാറുള്ളത്. നമുക്ക് അവരോട് പറയുകയാണെങ്കിൽ യുവർ പാർട്ട്ണർ ഈസ് നോട്ട് യുവർ എനിമി.
ദ പാറ്റേൺ ബിറ്റ്വീൻ യു ഈസ് ദ എനിമി. അത് ആ രീതിയിൽ ഒരു പാറ്റേൺ നമ്മളെ ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഒരു ട്രിഗർ സംഭവിക്കുമ്പോൾ ട്രിഗറിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ട്രിഗർ സംഭവിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു യാന്ത്രിക ശ്രേണിയാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ ആണ് നമ്മളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത്. എ പാറ്റേൺ ഈസ് എൻ ഓട്ടോമാറ്റിക് സീക്വൻസ് ദാറ്റ് റൺസ് എവറി ടൈം ട്രിഗർ ഹാപ്പൻസ് എന്നുള്ളതാണ് കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഇപ്പം നമ്മളൊരു വൈഫ് ചോദിക്കും, നിങ്ങൾ എന്താണ് വൈകിയത്? അപ്പൊ ഹസ്ബൻഡ് പറയും, ഹസ്ബൻഡ് തോന്നുന്നത് ഐ ആം ബീങ് കൺട്രോൾഡ് എന്നുള്ള രീതിയിലാണ് അവിടെ വരുന്നത്. അപ്പൊ എന്താ, സ്വാഭാവികമായിട്ടും ഈ റെസ്പോൺസ് ആംഗിളിൽ ഭയങ്കരമായിട്ട് ചൂടായി അങ്ങനെ വരുമ്പോൾ അവരുടെ വോയിസ് കൂട്ടും. അപ്പോൾ അവര് മറ്റാളെ ചൂടായിട്ട് അത് അവരെ പ്രശ്നമാക്കും. അപ്പം ഷട്ട് ഡൗൺ ആവും, എന്തെങ്കിലും മിണ്ടാതിരിക്കും. അപ്പൊ ഇഗ്നോർഡായി വരും. ഇങ്ങനെ അവസാനം രണ്ടുപേർക്കും ഹർട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മൾ ഈ പാറ്റേൺ എപ്പോഴും കാണാറുള്ളത്. അപ്പൊ ഈ പാറ്റേൺ ആണ്. അപ്പൊ നെക്സ്റ്റ് വീക്കില് വേറെ സ്ക്രിപ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ പരസ്പരം ഈഗോ ആണ് വലിയ പ്രശ്നം. അതായത് ഞാനെപ്പോഴും പറയാറുണ്ട്, അൺകണ്ടീഷണൽ ആയിട്ട് ലവ് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ അതിർവരമ്പകളില്ലാതെ കണ്ടീഷൻ വെക്കാതെ, നീ അത് ചെയ്താലേ ഞാൻ നിന്നെ സ്നേഹിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാനിത് ചെയ്താലേ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പൊ സാറ് പറഞ്ഞ അതിലേക്ക് ആ മൊബൈലിന്റെ കാര്യങ്ങളൊക്കെ വളരെ അല്ലാതെ എന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട്, നമ്മൾ പരസ്പരം ഫ്രണ്ട്സ് ആരാണെന്ന് അറിയില്ല, നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചു നേരെങ്കിലും ഒരു ക്വാളിറ്റി ടൈമിൽ നമുക്ക് പരസ്പരം സംസാരിക്കാനും, അതാണ് കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രശ്നം. നമ്മൾ കുറച്ചു നേരം ഏത് ഫ്രണ്ട്ഷിപ്പിലായാലും അത് തന്നെയാണല്ലോ പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെ സാറ് വളരെ നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു വന്നൊരു വലിയ സന്തോഷമുണ്ട്. ചിലപ്പോ പിന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ നമ്മളൊരു കിറാമുട്ടിയായിട്ട് നമ്മുടെ മുന്നിൽ ഇരിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു കേസിൽ എന്നോട് ഇപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ തന്നെ ഞാൻ ചെയ്തൊരു കേസാണ്. കുറെ മാറ്റങ്ങൾ 6-7 മാസമായി. അപ്പൊ ഇന്നലെ പെട്ടെന്ന് ഒരു ആകസ്മികമായ ഒരു ഫോൺ വിളിച്ചു. ഇപ്പൊ ഈ സാറ് പറഞ്ഞ ഈ പിന്നെ കുടീനെ പറ്റി പറയുമ്പോഴാണ് എനിക്ക് ആൽക്കോൾ. അപ്പോ വൈഫല്ല അയാളെ വിളിച്ച് എന്നെ വിളിച്ചു, സാറേ എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഇത്ര നന്നായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു, ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർന്നു. ഇപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന്. അപ്പോ ഞാൻ ഇന്നലെ എന്നെ സ്മെല്ല് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭാര്യ എന്നെ ഭയങ്കര ഒരു വഴക്കുണ്ടാക്കി. ഭാര്യ സൗകര്യം തരുന്നില്ല, പഴയ പോലെ ആ ട്രിഗറിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഭാര്യയുടെ ഭാഗത്തുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ശരിക്കും കുടിച്ചിട്ടുണ്ട്? അയാൾ കുടിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കുടിച്ചതല്ല സാറേ, ഞാൻ കൊക്കോള എന്തോ സാധനം കഴിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഗ്യാസും അതിന്റെ ഒരു എല്ലാം കൂടി സ്മെല്ലൊക്കെ വരുമ്പോൾ വൈഫിനത് അനുഭവപ്പെട്ടുന്നുണ്ട്. അപ്പൊ എന്ന് തന്നെ ആയിക്കോട്ടെ, ഞാൻ ആ വൈഫിനോട് വിളിച്ചു പറഞ്ഞു, അത് അങ്ങനെ ആളെ കുടിക്കുന്ന ആളൊന്നുമല്ല, നിങ്ങളത് വിട്ടേക്ക്, ഇനി കുടിക്കുകയാണെങ്കിൽ എന്നോട് പറഞ്ഞേക്കൂ, ഇതങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞപ്പോ അവര് ഹാപ്പിയായി. അപ്പൊ ആ രീതിയിൽ ചില സമയത്ത് ഇവർ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല. പക്ഷെ നമ്മളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വിശ്വസിക്കാനും അതിനനുസരിച്ച് പെരുമാറാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള പല കാര്യങ്ങൾ സോൾവ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റും കാണുന്ന അനുഭവങ്ങളാണ്, നേർക്കാഴ്ചകളാണ് സാർ ഇവിടെ വിവരിച്ചിട്ട് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ സന്തോഷകരമായ രീതിയിൽ വളരെ അനുഭവങ്ങൾ പങ്കിടുന്ന ഒരു വേദിയായിട്ട് ഇത് മാറ്റിയതിൽ സാറിനെ ഞാൻ അഭിനന്ദിക്കുന്നു. സാബു സാറിനും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അവസരങ്ങൾ കൊടുക്കുന്നതിൽ കോട്ടയത്തിലെ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ. താങ്ക് യു. ഇതിന്റെ ഔദ്യോഗികമായിട്ട് നമുക്കൊരു വോട്ട് ഓഫ് താങ്ക്സ് ബാബു സാറിൽ നിന്ന് നമുക്ക് കേൾക്കാം. ബാബു സാർ. പ്രിയപ്പെട്ട PCTA കുടുംബാംഗങ്ങളെ, നമ്മുടെ ഇന്നത്തെ വെബിനാർ നയിച്ചത് ശ്രീ കെ ജോൺ ബേബി സാറാണ്. സാറ് എറണാകുളം PCTA പ്രസിഡന്റും മൂവാറ്റുപുഴ ലൈഫ് കൗൺസിലിംഗ് സെന്ററിന്റെ ഡയറക്ടറുമാണ്. സാറ് അതിനേക്കാൾ ഉപരി കോട്ടയം PCTA നല്ലൊരു സുഹൃത്തും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ സജീവ വ്യക്തിത്വവുമാണ്. സാർ എടുത്ത വിഷയം കുടുംബജീവിതത്തെക്കുറിച്ചാണ്. ഫാമിലി വാല്യൂസ് എന്ന് കേൾക്കുന്നതിനേക്കാൾ ഇന്ന് ഹിസ് വാല്യൂസ്
ഹെർ വാല്യൂസ് എന്നീ രീതിയിൽ സ്വാർത്ഥതയുടെ ഒരു അന്തരീക്ഷമാണ് കുടുംബ ജീവിതത്തിലുള്ളത്. 2-3 കേസ് സ്റ്റഡികൾ അവതരിപ്പിച്ച് ഈ കേസ് സ്റ്റഡികളിലൂടെയാണ് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വന്ന് നല്ല കുടുംബജീവിതത്തിന് ആസ്പദമായ ഘടകങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ അവതരിപ്പിച്ചു. അതിനുശേഷം സ്നേഹം, വിശ്വാസം തുടങ്ങിയ നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കുടുംബത്തിന് അടിത്തറയുണ്ടാകൂ എന്ന കാര്യം നമുക്ക് പകർന്നു തന്നു. അങ്ങനെ വളരെ ഇൻഫോർമേറ്റീവായ രീതിയിൽ ഈ സെഷൻ നയിക്കുവാനായിട്ട് സാറിന് കഴിഞ്ഞു. സാറിന് കോട്ടയം PCTA നാമത്തിലുള്ളതായ എല്ലാ നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ ഈ വെബിനാറിൽ സജീവ സാന്നിധ്യമായിരുന്ന സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോഹർ ലാൽ സാറിനും സ്റ്റേറ്റിലെ മറ്റ് ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം മറ്റ് ജില്ലാ ഭാരവാഹികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. പോൾ സാറിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. പോൾ സാറിനും നന്ദി അറിയിക്കുന്നു. മറ്റ് മെമ്പേഴ്സ്, ഇതര ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികൾ എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ സ്ഥിരം പാർട്ടിസിപ്പൻസ്, അവരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ടാവില്ല. മുന്നോട്ട് പോകാനായിട്ട് പറ്റാത്ത വിധം അവരുടെ സജീവ സാന്നിധ്യം എപ്പോഴും നമുക്കുണ്ട് എന്നുള്ളത് വലിയൊരു ശക്തിയാണ്, ഒരു പിൻബലമാണ്. ഇതിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഊഷ്മളമായ നന്ദി. ഇനിയും നന്ദി രേഖപ്പെടുത്തേണ്ടത് ഔപചാരികതയുടെ പേരിൽ നമ്മുടെ ഈ പ്രോഗ്രാം മനോഹരമായി നിർവഹിക്കുന്ന കോട്ടയത്തിൻ്റെ തന്നെ ഭാഗമായ ഡോക്ടർ സാബു കേരളമാണ്. സാറിനും നന്ദിയുടെ പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ട്, അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച് ബാബു സാർ. ബാബു സാർ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റാണ്. വളരെ സന്തോഷം. കോട്ടയം ജില്ലയിലുള്ള എല്ലാവർക്കും ഉണർവിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയും. എനിക്ക് തോന്നുന്നു ജോൺ ബേബി സാറ് ഏറ്റവും വലിയ റിസ്കി ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഇപ്പം ജോലിക്ക് ശേഷം എടുത്തിരിക്കുന്നത്, അല്ലേ? സാറ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ ഒത്തിരിയും എന്തൊക്കെയാണ് അസോസിയേറ്റ് മെമ്പർഷിപ്പുകളൊക്കെ ഉള്ള വ്യക്തിയാണ്. അതിനുശേഷം സാറ് MSc സൈക്കോളജിയും അതിനുശേഷം MPhil ഒക്കെ ഇതിലെടുത്ത് സത്യത്തിൽ നല്ലൊരു സേവനം തന്നെയാണ് സാറ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പോൾ സാറിലേക്ക് പോകാം. പോൾ പടയാടി സാർ. ഗുഡ് ഈവനിങ്. വളരെ ഗഹനമായൊരു വിഷയം വളരെ ആകർഷമായ രീതിയിലാണ് ജോൺ ബേബി സാർ അവതരിപ്പിച്ചത്. ജോൺ ബേബി സാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദാമ്പത്യത്തിൽ വ്യക്തികൾ തമ്മിലൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നാൽ പ്രശ്നങ്ങൾ ഒഴിവാകും എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് വളരെ സത്യമായൊരു കാര്യമാണ്. വാസ്തവത്തിൽ 2 വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ 2 കുട്ടികളെ പോലെയാണ് അവർ. ശരിക്ക് ആ തുറന്ന വ്യക്തിത്വങ്ങളിലെ ആ ശിശുഭാവങ്ങൾ തുറവിയോടുകൂടി എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഈ ട്രസ്റ്റ് എന്നുള്ളത് ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികൾക്ക് ആരെയും സംശയമൊന്നുമില്ല. ഏതാളെ കണ്ടാലും കുട്ടി വിശ്വാസത്തോടെ നമ്മുടെ മുമ്പിൽ വന്നേക്കും, ആ വ്യക്തികളോട് സംവാദിക്കും. അപ്പോൾ ആ കുട്ടികളിലുള്ള ആ ഭാവം വളർത്തിയെടുത്ത് എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഇൻറ്റിമസി വരത്തുള്ളൂ. അതാണ് TA എറിക് ബേൺ പറഞ്ഞു വച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇൻറ്റിമസി ഉണ്ടാകുന്നത് ഒരു കാൻഡിഡ് ചൈൽഡ് ടു ചൈൽഡ് റിലേഷൻ ഉണ്ടാകുമ്പോഴാണ്. വിവാഹത്തിലും കുടുംബജീവിതത്തിലും ഏറ്റവും അത്യാവശ്യം ഉണ്ടാവേണ്ടത് ആദ്യത്തെ കാര്യം ഇൻറ്റിമസിയാണ്. ആ ഇൻറ്റിമസി നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ആയിരിക്കും അവർ യഥാർത്ഥത്തിലുള്ള ഇൻറ്റിമസി ഈ ചൈൽഡ് ടു ചൈൽഡ്
റിലേഷൻസിൽ ഒളി മറച്ചു വെക്കലും ഒളിക്കലും ഒക്കെ കളഞ്ഞുകൊണ്ട് വളരെ കുറച്ച് നിമിഷമായിരിക്കും അവർ തുറന്ന് സമ്മതിക്കുന്നത്. ആ ട്രസ്റ്റ് മാത്രം മതി കാലാകാലം ഈ വിവാഹ ജീവിതം തുടർന്നു പോകാൻ. ഇത് ഇപ്പോൾ അനുഭവസ്ഥരായ ജോൺ ബേബി സാറിനും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അത് തോന്നും. എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് പറ്റില്ല എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ രീതിയിലേക്ക് വരാം. അതുപോലെ തന്നെ ജോൺ ബേബി സാർ ഒരു കാര്യം പറഞ്ഞു, സമയത്ത് ഒറ്റ ട്രീറ്റ്മെൻറ്റിൽ തീരത്തില്ല, കൂടുതൽ സമയമെടുക്കുമെന്ന് ബേബി സാർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വ്യത്യസ്തമായ മാർഗത്തിലേക്ക് പോവുകയാണ് വേണ്ടത്. ഗ്രൂപ്പ് തെറാപ്പീനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. ഒരേപോലെ പ്രശ്നം അനുഭവിക്കുന്ന കപ്പിളുകളെ തമ്മിൽ അവരെ കൂട്ടമായിട്ട് ഇരുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ അവരവർ ഷെയർ ചെയ്ത് നമ്മളല്ല സൊല്യൂഷൻ കൊടുക്കേണ്ടത്, അവരവർ തന്നെ അവരുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് കയറി വരാൻ പറ്റും. സിമിലറായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികൾ തമ്മിൽ സംവദിക്കുമ്പോൾ അത് സാധിക്കും. അതിനുള്ള കഴിവ് ഇന്നത്തെ കൗൺസിലേഴ്സിനുണ്ട്. അവർ വിചാരിച്ചാൽ അത് സാധിക്കും. കാരണം ഒരുപാട് വ്യക്തികളെ, കുടുംബങ്ങളെയും ഒരുപാട് പ്രശ്നങ്ങളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യണം. കീറാമുട്ടികളായിട്ട് മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ ഇതുപോലെ ചേർന്നിരുന്ന് ഒരു ഗ്രൂപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പലപ്പോഴും ഇത് സാധിക്കുമെന്നുള്ളത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. താങ്ക് യു. പോൾ സാർ പറഞ്ഞത് വളരെ ശരിയാ. തെറാപ്പിസ്റ്റിന്റെ ശക്തി അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും അല്ലേ, ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അടുത്ത വിജയരാമൻ സാർ കോട്ടയത്തിന്റെ എറണാകുളത്തിന്റെ സെക്രട്ടറിയാണ്. അതുപോലെ പോൾ സാറ് അവിടുത്തെ ട്രഷററും. വിജയരാമൻ സാർ. ഗുഡ് ഈവനിങ് എവരിബഡി. നല്ലൊരു ടോപ്പിക് എടുത്തത് സാറ്. കുറെ കേസ് സ്റ്റഡീസ് ഇങ്ങനെ വന്നപ്പോ ഞാൻ ഓർത്തുപോയത് എൻ്റെ MSc കൗൺസിലിംഗ് ഫാമിലി തെറാപ്പി ഇഗ്നോന്റെ പഠിച്ച സന്ദർഭങ്ങളാണ്. അപ്പോ അതില് ഞാൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് മെറിറ്റൽ തെറാപ്പിയാണ്. അപ്പോ സാറിന്റെ കേസ് സ്റ്റഡീസ് എല്ലാം വളരെ 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 രസകരമായ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കേസ് സ്റ്റഡീസ് ആയിട്ട് സാർ പറഞ്ഞത്. അപ്പോ എനിക്ക് ഞാനിപ്പോ ഇഗ്നോന്റെ അത് പഠിച്ചപ്പോ കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തുടക്കത്തില് അങ്ങനെ നന്നായിട്ട് പോയ ദാമ്പത്യം പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തീർക്കാൻ പറ്റും, തീർക്കാൻ കഴിയും എന്തായാലും തെറാപ്പി വഴി. പക്ഷെ കൗൺസിലിംഗ് പോരാ, തെറാപ്പി തന്നെ വേണം. അപ്പൊ തെറാപ്പിയിൽ ഞാൻ പഠിച്ച വളരെ വലിയൊരു സീക്രട്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ഇന്ററാക്ഷണൽ സ്റ്റൈൽസിന്റെ ഒരു ഗെയിമാണ്. പരസ്പരമുള്ള ഇന്ററാക്ഷൻ സ്റ്റൈൽസ് റിജിഡ് ആവുന്നതും അത് നെഗറ്റിവിറ്റി അതിലേക്ക് കയറി വരുന്നതൊക്കെയാണെന്നാണ് തെറാപ്പി പറയുന്നത്. അങ്ങനെയുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ വരുന്നത്. അപ്പൊ തെറാപ്പിയിലേക്ക് പോയിട്ട് നീണ്ട തെറാപ്പി വേണം, അതാണ് സത്യം. കൗൺസിലിങ്ങിന്റെ ഉപരി നീണ്ട തെറാപ്പി വേണ്ട വിഷയങ്ങളാണ് സാറെല്ലാം പറഞ്ഞത് എന്നാണ് ഞാൻ എന്റെ മനസ്സിലേക്ക് ഓടിയത്. പിന്നെ സാറ് പറഞ്ഞ മറ്റൊരു കാര്യം, സ്പേസ്, എന്റെ സ്പേസ്, അവളുടെ സ്പേസ്, അല്ലെ അവന്റെ സ്പേസ് എന്ന് പറയും. എൻവയോൺമെന്റൽ സൈക്കോളജിയിൽ പഠിച്ചപ്പോ പേഴ്സണൽ സ്പേസ് എന്നൊരു കാര്യം, അത് ഓരോ മനുഷ്യനുണ്ട്. അത് ഒരാളുടെ ഒരു സ്പേസ് അതിനെ എൻക്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വ്യത്യാസമുള്ള രണ്ട് എൻറ്റൈറ്റികൾ, ഒന്ന് പുരുഷൻ മറ്റൊരു സ്ത്രീ. പിന്നെ മറ്റൊന്ന് ഈ പേഴ്സണൽ സ്പേസ് അപ്പോ ഡിഫറെന്റ് ആണ്, ക്വൈറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണൽ സ്പേസ് ആണ് രണ്ടു കൂട്ടർക്കുള്ളത്. ഇതില് ഈ പേഴ്സണൽ സ്പേസില് 0 വരെ, അതായത് മാക്സിമം 100% വരെ എൻക്രോച്ച്മെന്റ് നടത്തുന്ന ഒരു മേഖലയാണ് ദാമ്പത്യം. അതായത് അടുപ്പം 0 അല്ലെ, ഏറ്റവും അടുപ്പമുള്ള ഒരു കാര്യമാണ് നടക്കുന്നത്. അപ്പൊ പേഴ്സണൽ സ്പേസിന്റെ എൻക്രോച്ച്മെന്റ് കംപ്ലീറ്റ് ആവുന്ന ഒരു വിഷയം. അപ്പൊ അതൊരു വിഷമകരമായുള്ള ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും വിഷമകരമായുള്ള ബന്ധം ദാമ്പത്യ ബന്ധം തന്നെയാണ്. അപ്പൊ സാറ് വളരെ 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 പ്രസക്തമായ ഒരു ടോപ്പിക്ക്, എനിക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള ഒരു ടോപ്പിക്ക് അതൊക്കെയാണ് കൊണ്ടുവന്നത്. സാറിന് ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോ പിന്നെ ഞാനിത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ട് വളരെ വളരെ താല്പര്യത്തോടു കൂടി പഠിച്ചൊരു വിഷയം കൂടിയായിരുന്നു.
So it was a very, very nice topic and you handled it very, very nice. Yeah, thank you, sir. Thank you very much. താങ്ക് യു സാർ, താങ്ക് യു വിജയരാമൻ സാർ. ഇനി ആർക്ക് വേണമെങ്കിലും സംസാരിക്കാവുന്ന അതൊന്ന് അൺമ്യൂട്ട് ചെയ്താൽ ഞാൻ വിളിക്കാം. എന്തിരാമം ഇടയ്ക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിരുന്നു. യെസ്, അലക്സാണ്ടർ സാർ പറഞ്ഞു. ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ ഈ സൈക്കോളജി MSc എടുത്തു, അതിന്റെ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ആളാണ്. ഞാൻ കൗൺസിലിംഗ് അത്യാവശ്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ജോൺ വർഗീസ് സാറിന്റെ സബ്ജക്റ്റുകളെല്ലാം കേട്ടു. വളരെ നല്ല ഇതായിരുന്നു എല്ലാം പറഞ്ഞത്. ഞാനിപ്പോ ഇതിനെപ്പറ്റി അത് നല്ലതാണെന്ന് പറയുന്നതിനല്ല, ഇതിനൊരു റെമഡി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യം. അതിന് നമ്മള് ഗവൺമെന്റ് തലത്തിൽ ഇന്നലെ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തപ്പോഴും പറഞ്ഞ ഗവൺമെന്റ് തലത്തിൽ കുട്ടികളുടെ കാര്യങ്ങൾ, ഈ ഫ്ലെക്സ് ഒക്കെ വെക്കുന്നതിന്റെ അപകടങ്ങളും അത് വെച്ച് കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് ആണ് ഇതിനകത്ത് നമ്മൾ ഈ പ്രീ മാരേജ് കൗൺസിൽ എന്ന് പറയുന്നത് ഇപ്പൊ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ കൗൺസിലിങ് ഗവൺമെന്റ് തലത്തിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇപ്പൊ രജിസ്റ്റർ കച്ചേരിയിൽ ഒത്തിരി കല്യാണം നടക്കുന്നുണ്ട്. അപ്പം ഇതിന് ഒരു മസ്റ്റ് ആയിട്ടും അത് ഈ ഫോറിനിൽ നിന്ന് വരാൻ താമസം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കുന്നതിന് ഇവിടെ പലയിടത്തും മടിയില്ലാത്ത ഒരു ലെവലാണ്, അറ്റൻഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ ലെവലിലല്ല, 2-3 ആഴ്ച എടുത്തിട്ട് ഇത് അങ്ങനെ ഉള്ളെങ്കിൽ മാത്രമേ ഈ കല്യാണങ്ങൾ നടത്താവുള്ളൂ. കാരണം ഇത് പലപ്പോഴും ഈ അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഇത്. പിന്നെ നമ്മുടെ മീഡിയാസ് ഒക്കെ മനുഷ്യനെ ഈ ലളിത വികാരങ്ങളിലേക്ക് പോകാനും മറ്റുള്ള വഴികളിലേക്ക് പോകാനും ഒക്കെ ഉള്ള മീഡിയാസ് ഇഷ്ടംപോലെ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ മനുഷ്യന് അങ്ങനെ ഒരു താല്പര്യങ്ങളും എല്ലാം വരും. അപ്പൊ നല്ലൊരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പഠിച്ച് ഒരു പ്രീ മാരേജ് കൗൺസിലിംഗ് കൊടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ കാലം മാറി വരികയാണ്, അതനുസരിച്ച് ഒത്തിരി കുഴപ്പങ്ങളെല്ലാം ഉണ്ട്. മദ്യപാനം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്ന സംഭവങ്ങളാണ്. അപ്പം ഇതില് വരുമ്പോഴത്തേക്ക് ആ മദ്യപാനത്തിൽ നിന്നാണ് പല കാര്യങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ തന്നെ അതിനുള്ള ഒരു ശ്രമങ്ങൾ ഗവൺമെന്റ് തലത്തിൽ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. കാരണം ഈ പ്രീ മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. അതിൽ ഇവർ തമ്മിൽ യോജിച്ചു പോവോ എന്ന് അറിഞ്ഞിട്ട് മാത്രം നല്ലൊരു സൈക്കോളജിസ്റ്റ് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇവരുടെ ഈ ക്യാരക്ടറും ഒക്കെ എങ്ങനെയാണ് യോജിച്ചു പോകുന്നതാണോ എന്നൊക്കെ ഉള്ളത് അറിഞ്ഞ് ചെയ്ത് അത് ആ കല്യാണം അങ്ങനെ നടത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ലെവലിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് മാത്രമുള്ള ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. എന്നാണെങ്കിലും സാറിന്റെ ക്ലാസ് എല്ലാം സബ്ജക്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ, ഇതിന്റെ റെമഡി കുറച്ചുകൂടെ കൊണ്ടുവരേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. ജോൺ ബേബി സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു. നല്ല അഭിപ്രായങ്ങൾ കേട്ടു. ഇപ്പൊ അവസാനം പറഞ്ഞ റെമഡിയെ പറ്റി പറഞ്ഞാൽ പലപ്പോഴും ഈ റെമഡികൾ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളിൽ ദർ ഇസ് നോ റെമഡി. ഇപ്പൊ നമ്മൾ വേറൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടായി കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് റെമഡി പറയാൻ പറ്റും? ഒരു കൗൺസിലർക്കും ഒരു റെമഡിയും പറയാൻ പറ്റില്ല. അവനോട് കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ കുട്ടിയുടെ അതിന്റെ ആദ്യത്തെ ഭാര്യയുടെ കുട്ടിയുടെ പോകാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. അവൻ ഇമോഷണലി ഈസ് അറ്റാച്ച്. ആദ്യത്തെ ഭാര്യയും കുട്ടിയും ഇമോഷണലി ഈസ് അറ്റാച്ച്. അപ്പൊ അതിനൊന്നും ഒരു റെമഡി ഉള്ളതല്ല. റെമഡി ഉണ്ടെങ്കിൽ നമുക്ക് എത്രയോ എളുപ്പമാണ്. പല കാര്യങ്ങൾക്കും റെമഡി ഇല്ല. പിന്നെ പോൾ സാർ പറഞ്ഞ ഗ്രൂപ്പ് കൗൺസിലിംഗ് പലപ്പോഴും ഫീസിബിൾ അല്ല. കാരണം നമുക്കൊരു ഗ്രൂപ്പ് ആൾക്കാരെ ഒന്നിച്ച് കിട്ടില്ല. നമുക്ക് കിട്ടുന്ന ഒരാളാ. പിന്നെ വേറൊരുള്ള സ്റ്റിഗ്മയുണ്ട് ഇതിനോട്. കൗൺസിലിംഗിൽ പോയെന്ന് പറഞ്ഞാൽ നാട്ടുകാർ അറിയുന്ന തന്നെ ഒരു സ്റ്റിഗ്മയായിട്ട് ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് വേറെ 2 പേരെങ്കിലും ഉണ്ടാവും കൗൺസിലിംഗ്. നിങ്ങൾ 4 പേരുണ്ടാവും ഒന്നിച്ച ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറഞ്ഞാൽ പലരും പിന്നെ തിരിച്ചു വരില്ല. അതും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എന്താണെങ്കിലും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും, അഭിപ്രായം പ്രകടിപ്പിച്ച എല്ലാവരോടും എനിക്ക് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും അത് ചിന്തിക്കാനുള്ള ഒരു വിഷയമായിട്ട് എടുക്കുക, പഠിക്കാനുള്ള ഒരു വിഷയമായിട്ട് എടുക്കുക. താങ്ക് യു സോ മച്ച്. സാർ ഓക്കെ. ഉമന ടീച്ചർ 2 പേരോട് പറയും കേട്ടോ സാർ. ഉമന ടീച്ചർ പറയും. സാറ് നല്ലൊരു ക്ലാസ് ആണ് എടുത്തത്. പിന്നെ അഭിപ്രായങ്ങൾ ഇടയ്ക്ക് വെച്ച് എനിക്കൊന്ന് കേൾക്കാതെ പറ്റിയിട്ട് ഒരു തിരക്കൊന്നും. പക്ഷെ ഒരു കാര്യമുണ്ട്, സാർ ഒന്നിനും റെമഡി പറഞ്ഞില്ല. റെമഡി പറയാൻ പറ്റാത്ത കേസുകൾ മാത്രം സാർ എടുത്ത് പറഞ്ഞതന്നെ ഉള്ളായിരിക്കും. സാറ് റെമഡി പറയാത്ത ഒരാളായിരിക്കില്ല. പക്ഷെ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ടൊന്നും ഈ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അന്നേരം ആ ചെറുപ്പത്തിലുള്ള ആ
ഇഷ്ടത്തോടു കൂടിയുള്ള ആ കൗൺസിലിങ്ങിന് അവർ രണ്ടുപേരും കൂടെ വിചാരിക്കും ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ തമ്മിൽ നല്ല ഇതാണെന്നൊക്കെ. മുന്നോട്ട് ജീവിച്ച് 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 പോകുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻ സർവീസ് കോഴ്സ് കൊടുക്കുവാണെങ്കിൽ പറ്റും. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. അല്ലാതെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ല ആ ഒരു പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ എവിടുന്ന് കിട്ടിയാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല. അതൊരു ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. പള്ളിയിൽ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറയുന്ന കുറേ വാക്കുകളുണ്ട്. ഏത് പള്ളിയിലാണേലും അതൊന്ന് വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ, അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അത് ഞാൻ അനുസരിച്ചേക്കാം എന്ന് അവിടെ വെച്ചൊരു ദൃഢപ്രതിജ്ഞ എടുത്താൽ, ആ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഡ്രസ്സിന്റെ കാര്യവും സദ്യക്ക് പോകുന്ന തിരക്കുമാണ്. അച്ഛൻ പറയുന്നതൊക്കെ ഒരുതരം ആചാരം പോലെ അങ്ങ് കടന്നു പോകുന്നേ ഉള്ളൂ. അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്നേരം ഒരു ദൃഢപ്രതിജ്ഞ രണ്ടുപേരും മനസ്സിലൊന്ന് എടുത്ത് കിട്ടുവാണെങ്കിൽ രക്ഷപ്പെട്ടു. ആരും ഒട്ടും ഇതിനെപ്പറ്റി ഒന്നും ഗഹനമായിട്ട് ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുന്ന ആ ഒരു സ്വഭാവം കൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം വരുന്നത് എവിടെയായാലും. താങ്ക് യു സർ. ഞാൻ നല്ലൊരു തോട്ടായിരുന്നു സാർ ഇട്ട് തന്നത്. എനിക്കും കുറെ ചിന്തിക്കാൻ തോന്നി. താങ്ക് യു സർ. എന്തുകൊണ്ടാണ് ഈ മാരേജ് ഇത്രമാത്രം തകർക്കപ്പെടുന്നതെന്ന് 2-3 പോയിന്റുകൾ ഞാനൊന്ന് പറയാം. തീർച്ചയായിട്ടും അതൊന്ന് ഡിസ്കഷൻ ഇടുന്നത് നന്നായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കൾ തന്നെയാണ്. അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്: താല്പര്യമില്ലാതെ കഴിക്കുന്ന വിവാഹങ്ങളാണ് അധികവും. വളരെ പോസിറ്റീവായിട്ട് ആരുടെയെങ്കിലുമൊക്കെ പ്രഷർ കൊണ്ടാണ്, മാതാപിതാക്കളുടെ തന്നെ പ്രഷറാണ്. താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിനുണ്ടാകുന്ന വലിയ ഫെയിലിയർ തന്നെയാണ്. കാരണം ഈ മോഡലാണ്, അല്ലെങ്കിൽ ഈ മോഡലിനോടുള്ള ഭയമാണ് പലപ്പോഴും പല പല പ്രശ്നങ്ങൾക്ക് വരുന്നത്. നല്ലൊരു സാർ പറഞ്ഞ പോലെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന മാതാപിതാക്കളുടെ മക്കൾ കല്യാണം കഴിക്കത്തില്ലെന്ന് പറയാനുള്ള സാധ്യതകളില്ല. അവർ കഴിക്കും. കാരണം അവർ കണ്ടത് അത്രമാത്രം ട്രസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. വളരെ പ്രശ്നമുള്ള റിലേഷൻഷിപ്പിൽ കണ്ടിട്ട് ഇങ്ങനെയല്ലേ, ഇതിനു വേണ്ടിയല്ലേ, നിങ്ങൾ കാണിക്കുന്നത് പോലെ കാണിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പുണ്ട്. രണ്ടാമത്, അവർക്ക് ഉള്ള ഫ്രീഡവും അവരുടെ ചോയ്സുമാണ്. അത് നമുക്ക് തടയാൻ പറ്റത്തില്ല. കാരണം ഈ കാലഘട്ടം അങ്ങനെയായി. അവർക്ക് ഫ്രീഡവും അവർക്ക് ഈ പറഞ്ഞ ജെൻഡർ ഇക്വാലിറ്റി എല്ലാം ഇതിൻ്റെ അകത്ത് ഒരു ഫാക്ടർ തന്നെയാണ്. മൂന്നാമത്തെ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസം തന്നെയാണ്. വിദ്യാഭ്യാസം കൂടുന്തോറും മാതാപിതാക്കളെ വേണ്ടെന്ന് പറയും, റിലേഷൻഷിപ്പ് വേണ്ടെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതൊക്കെ വലിയ ഫാക്ടറാണ്. എൻ്റെ അഭിപ്രായത്തിൽ പൂർണ്ണമായിട്ടും മാതാപിതാക്കൾ തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട റോളിൽ വരുന്നത്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യാൻ മുമ്പ് റോയ് സാറിലേക്ക് പോകാം. റോയ് സാർ. ബേബി സാറ് സ്വന്തം കൗൺസിലിംഗ് എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ അത് വളരെയധികം എൻജോയബിൾ ആവുകയും അത് മനസ്സിലാക്കിയെടുക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പ്രധാനമായി കാണുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അലക്സാണ്ടർ സാറോട് പറഞ്ഞു, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാർഗം വേണം എന്ന് പറഞ്ഞു. അവർക്ക് എന്ത് പറ്റി എന്ന് ഒരു പ്രോപ്പർ ഇൻസൈറ്റ് കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ചില അനുഭവങ്ങളാണ് അവരെ ഈ നിലയിൽ എത്തിച്ചത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ഇൻസൈറ്റ് കൊടുക്കുകയും പാസ്റ്റ് ഇസ് പാസ്റ്റ് അവോയ്ഡ് ചെയ്യുക. ഇനി തുടർന്ന് അങ്ങോട്ട് ഉൾക്കൊണ്ടെങ്കിൽ പോകാനുള്ള ഒരു ഗൈഡ് ലൈൻസ് അവർ തന്നെ ഉണ്ടാക്കുകയും നമ്മൾ സഹായിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. സാർ പറഞ്ഞ സാറിന്റെ കാഴ്ചപ്പാട് എനിക്ക് വളരെ തോന്നി. കാരണം മൈ സ്പേസ് മൈ വാല്യൂ അത് മാറി അവർ സ്പേസ് അവർ വാല്യൂ. ആ കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് അത് ഇല്ലാത്തത് അതാണ്. പ്രധാനമായും എന്നുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. രണ്ടുപേരും എംപ്ലോയീസ് ആണ് എങ്കിൽ അത് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാണ്ട് അങ്ങ് പോകും. പക്ഷേ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങളാണ്. ഇത് കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോ സാറ് ഈ പറഞ്ഞ മദ്യപാനത്തിന്റെ കാര്യങ്ങളും മദ്യാസക്തിയിലെ ഭർത്താവ് മാറിപ്പോയ വിവരങ്ങളും പിന്നുള്ള ട്രോമയും, അതുപോലെ തന്നെ വിശ്വാസിയായ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ വരാതെ വന്ന കാര്യങ്ങളും, അതുപോലെ കുട്ടികൾ വേണ്ടെന്ന് നിർബന്ധിച്ച ഭാര്യയുടെ കാര്യങ്ങളും ഒക്കെ
വളരെ നല്ല എക്സാമ്പിൾ ആയിട്ടുള്ള ലൈഫ് റിലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഇതൊക്കെ നമുക്കും മറ്റുള്ള ദമ്പതികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ നിൽക്കുമ്പോൾ വളരെയധികം ആൾക്കാർ ചിന്തിച്ചിട്ട് ഉപദേശം കൊടുക്കണേക്കാളും നല്ലത് എക്സാമ്പിൾസ് കൊടുക്കുന്നതാണ്. ഏതായാലും സാറ് ഈ എക്സാമ്പിൾസ് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ ക്ലയൻസിന് വലിയ ഒരു ഇൻസൈറ്റ് കിട്ടും. സാർ അത് കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പറിയാം. കാരണം സാറിന്റെ ഇത്രയും എല്ലാം ഇതുപോലെ തന്നെ മെമ്മറിയിൽ വെച്ചുകൊണ്ട് സാർ പറയുന്നു. ഓക്കെ, താങ്ക് യു സാർ. ഇതുപോലെ ഞാനൊരു കൗൺസിലറാണ് എങ്കിലും സാറിന്റെ ഈ ഗൈഡ് ലൈൻസും മറ്റതും ഒക്കെ എനിക്കും ഒരു വലിയ ഉണർവ് തന്ന കാര്യമാണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു വാക്കും കൂടെ പറഞ്ഞോട്ടെ സാറേ. സാബു സാറ് പറഞ്ഞില്ലേ, നന്നായി ജീവിച്ചു കാണിച്ച അപ്പന്റെ അമ്മയുടെ മക്കളുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഒരാള്. മറ്റേ ആള് ഓപ്പോസിറ്റിൽ വളർന്നു വന്ന ആളാണെങ്കിലോ പെട്ടുപോയി. അങ്ങനെ പെട്ടുപോയ കുറെ കഥകൾ എനിക്കറിയാം. അതാണ് ആദ്യം പറഞ്ഞു, അങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളൂ. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? ഇന്നലെ എന്നോടൊരു അഡ്വക്കേറ്റ് പറഞ്ഞ വാചകമാണ്, 10-25 വയസ്സ് വരെ ഒരപ്പനും അമ്മയും കൂടെ വളർത്തി വഷളാക്കിയ ഒരു സാധനത്തിനല്ലേ നമ്മുടെ കയ്യിലോട്ട് തരുന്നേ. അതാണ് സത്യം. അതൊക്കെ ശരിയാണ്. എല്ലാം കൺസിഡർ ചെയ്യേണ്ടി വരും. ജോർജ് സാറേ. താങ്ക് യു സാബു സാർ. ഹായ് ജോൺ ബേബി സാർ. ഗ്രേറ്റ് പ്രസന്റേഷൻ. പറയാതിരിക്കാൻ വയ്യ. കാലത്തിനനുസരിച്ച് യാഥാർത്ഥ്യങ്ങളുടെ ഒരു സത്യം ഇങ്ങനെ തുറന്നു കാണിച്ചു. കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും വിത്തിൻ മന്ത്സ് സമാനമായ കേസുകളിൽ കേൾക്കാത്തവരുണ്ടാകാൻ വഴിയില്ല. കാരണം അത് ഈ ലോകത്തിന്റെ ഇന്നത്തെ പ്രത്യേകത തന്നെ. അതിൽ നിന്ന് ഇവിടെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും എന്നെ തെറ്റിദ്ധരിക്കരുത് എൻ്റെ വാക്കുകളെ കേട്ടോ. പറയുന്നവരൊക്കെ വലിയ നിലവാരങ്ങളുള്ളവരാണ്, ഉന്നതമായ വിദ്യാഭ്യാസം ഉള്ളവരാണ്, ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. പക്ഷേ ഇവിടെ സംസാരിച്ചപ്പോൾ നമ്മളെയൊക്കെ നിയന്ത്രിച്ച നമ്മുടെ കുറെ വാല്യൂ സിസ്റ്റംസ് ഉണ്ടായില്ലേ? ലോകം മാറി, നമ്മൾ മാറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. എനിക്ക് തോന്നുക എന്നെ ഇതുപോലെ തിരുത്തിച്ച ചില വ്യക്തികളുണ്ട്. ഒരു 10-15-20 കൊല്ലം മുമ്പാണെന്നാണ് എനിക്ക് തോന്നണേ. ഒരു പെൺകുട്ടി എന്നോട് ചോദിച്ചു, അവള് കോളേജിൽ പോകുന്ന, ഡിഗ്രി തീർന്നില്ല. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എന്നേക്കാൾ 10 വയസ്സുള്ള ഒരു ചെറുക്കനെ ഞാൻ കെട്ടിയ എന്താ കുഴപ്പമെന്ന്. എന്താ ഇതിന് ഉത്തരം പറയണേ? എന്താ നടക്കില്ലാത്ത? എനിക്ക് കുട്ടി ഉണ്ടാവില്ലേ? എന്താ ജീവിക്കാൻ ബുദ്ധിമുട്ട്? എന്താ ഈ സൊസൈറ്റി ഇങ്ങനെ? എന്താ അതിനൊക്കെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ശാസ്ത്രീയമായിട്ട് സത്യമല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിനക്ക് ശരിയാന്ന് തോന്നിയാൽ നിനക്ക് ശരി തന്നെയാണ്. അത് മറ്റേ ആരെങ്കിലും തിരുത്താൻ വന്നാലേ നിനക്ക് പ്രശ്നമാവുള്ളൂ. നിനക്ക് ശരിയാണെന്ന് തോന്നിടത്തോളം കാലം ഞാനത് തിരുത്താൻ പറയില്ല. പിന്നെ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കാനുള്ള പ്രായം ഇപ്പൊ ആയിട്ടുണ്ട്. ചിന്തിച്ചാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല എന്ന് എൻ്റെ നിഗമനം. അത് എൻ്റെ സ്റ്റാൻഡേർഡാണ്. എൻ്റേത് ചെറുതാ, നിങ്ങളുടേത് വളരെ വലിയ. അതുകൊണ്ട് ഞാനിങ്ങനെ പറയാനിട വന്ന കാര്യം പറയാം. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ സാറേ, സത്യത്തില് മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഈ ഇഷ്യൂ കൂടുതൽ. അപ്പർ ക്ലാസ്സിലും ലോവർ ക്ലാസ്സിലും ഇത് ഇത്രയും ബാധിക്കാറില്ല. സൂയിസൈഡ് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളുമായിട്ട്, സെക്സുവൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സൂയിസൈഡ് നോക്കിക്കോളൂ. മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ഇതിന്റെ പേരിൽ മാത്രം ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. കാരണം ഇവരുടെ വാല്യൂ സിസ്റ്റംസ് അങ്ങനെ റിജിഡാ, ഇതിൽ നിന്ന് മോചനമില്ല. അപ്പോ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എല്ലാം തീർന്നു. പിന്നെന്ത് ചെയ്യാനാ? ആർക്ക് തിരുത്താൻ പറ്റും? അതിനുള്ള സമയം കിട്ടില്ല, ഇടവേളയില്ലല്ലോ. ഞാനിങ്ങനെയൊക്കെ മാറി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ച് ഒത്തിരി അനുഭവങ്ങൾ ഈ രംഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വേറെ എങ്ങൊന്നും ഇത് വായിച്ചു പഠിക്കാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ തോന്നി എന്നെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, ഞാനാണ് തിരുത്തപ്പെടേണ്ടത്. കാലത്തിനൊത്ത് ഞാൻ മാറിയില്ല എന്നുള്ള പ്രശ്നമാണ് എന്നെനിക്ക് തോന്നിപ്പോയി. പറയാതിരിക്കാൻ വയ്യ. എനിക്ക് എങ്ങനെ തോന്നിയപ്പോ പറയണോ വേണ്ടയോ എന്ന് ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും ഇവിടെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആരോടെ പറയണേ. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ.
കാലം ഒത്തിരി മാറിയിരിക്കുന്നു, ഒത്തിരി മാറിയിരിക്കുന്നു. നമ്മുടെ സങ്കല്പത്തിലും നമ്മുടെ വിശ്വാസത്തിലും നമ്മൾ അനുഭവിച്ചതോ വളർന്നതോ പഠിച്ചതോ ഒന്നും അല്ല. അപ്പോ അത് ശരിയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇനി ഒരു പക്ഷെ അവരും നമ്മുടെയൊക്കെ നിലയിൽ വളർന്ന ഒരു പക്വത എത്തിക്കഴിയുമ്പോൾ ഒരു റീതിങ്ക് ചെയ്യാനുള്ള അവസരം കിട്ടും. ഇതൊക്കെ തിരുത്തപ്പെടാമായിരുന്നില്ലേ, ഇങ്ങനെ ആകാമായിരുന്നോ, വേറെ ആയിരുന്നില്ലേ, വേറെ ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ടോ, ഇതൊക്കെ ചിന്തിക്കാൻ ചാൻസ് കിട്ടുന്നത് ആ ഒരു ലെവലിൽ വരെ എത്തുമ്പോഴാണ്. പക്ഷെ അവർക്കിപ്പോൾ അത് ചിന്തിക്കാൻ പറ്റൂല, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ്. അയ്യോ, എത്ര പിള്ളേരാണ് ഈ ഇപ്പൊ ഇതേ പറഞ്ഞ പോലെ എന്തുകൊണ്ട് നോക്കിയാലും നോക്കും ഒരു 4-5 കുട്ടികളെ പോറ്റാൻ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്ന കുടുംബങ്ങളിലെ പിള്ളേർ പോലും ഫാമിലി ലൈഫിൽ ഓക്കെ, പക്ഷെ കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞു പോയത് എത്ര പേരുണ്ട്, എത്ര പേര് ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഇപ്പോൾ അത്ഭുതം തോന്നും, അത്ഭുതം തോന്നും. കാലം അതെന്തേ അവരങ്ങനെ ചിന്തിച്ചെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാകാം, ഒരു പക്ഷേ അവരുടെ അനുഭവങ്ങൾ അങ്ങനെ തോന്നിയിട്ടാവാം, എന്ത് പറയാനില്ല. അതിന്റെ ശരി തെറ്റുകളെ പറ്റി പോകാൻ നമ്മളൊക്കെ എങ്ങനെ പറ്റും? എന്തായാലും ജോൺ ബേബി സാർ വലിയ വലിയ ഒരു ചിന്താ വിഷയമാണ്, ഈ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ ഫാമിലി പ്രോബ്ലംസ് ഇനിയൊന്നും ഇത് ലഘൂകരിക്കപ്പെടുമെന്ന് കരുതാനുണ്ടോ? ഇപ്പൊ എന്താ സാബു സാർ പറഞ്ഞു, ജില്ലയ്ക്ക് 4 വീതമായി ഫാമിലി കോർട്ടെന്ന്. ഇതുകൊണ്ടും തീരൂല എന്നുള്ളതാണ്. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഡൈവേഴ്സ് കൊച്ചി എന്ന് പറയുന്നത് കേട്ടു ഇൻ ഇന്ത്യ. പെരുകല്ലേ. അപ്പോ അതെ, യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ നമുക്കും ശ്രമിക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും വിദേശത്തില്ല സാറേ, അതാണ് എൻ്റെ പ്രത്യേകത. കാരണം അവിടെയൊക്കെ ഈ കൾച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞു, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ പ്രോബ്ലം വരുന്നത്. നമ്മളെപ്പോഴും അത് പിടിച്ചു കെട്ടാൻ നോക്കുന്നു, ഒന്നും പിടിച്ചാലും നിൽക്കത്തില്ല. കാരണം 2 ജനറേഷൻ എന്ന് വെച്ചാൽ കറക്റ്റ് ആ ജനറേഷൻ തന്നെയാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. വേറെ ഇനിയുള്ള സരീന, ഇന്ദിര മാം, ജലജ മാം, പത്മ, ആർക്കെങ്കിലും, രമാദേവി, ആർക്കെങ്കിലും പറയണമേ? സരസ്വതി മാം? യെസ്, പത്മ പറയും. അത് നല്ല തീരുമാനം സാറിൻ്റെത്. ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയത് തന്നെ നമ്മൾ കുറെ ചിന്തിക്കേണ്ട കാര്യം ആണിത്. അതിൽ എനിക്ക് തോന്നുന്നത് ഇത് പറയുന്ന പോലെ പണ്ടേ ഇത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ലല്ലോ, അതുപോലെയാണ് തോന്നുന്നത്. പണ്ടേ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇത് സബു സാറ് പറഞ്ഞതിനോട് ഞാൻ കുറച്ച് യോജിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാരൻസ് അവരെ ഒരു ചട്ടക്കൂടിനുള്ളിലാണ് അത് ചെയ്യുന്നത്. അത് അവരുടെ ജനറേഷനിൽ അങ്ങനെ ആയതുകൊണ്ട് നമ്മളെ കുട്ടികളും അങ്ങനെ തന്നെ പോകണം, അതാണ് സൊസൈറ്റിയിൽ നമുക്കൊരു ഇത് കിട്ടുന്നതെന്നുള്ള. പക്ഷേ എങ്കിൽ ഇന്നത്തെ കുട്ടികളെ വിദ്യാഭ്യാസപരമായും ഉയർന്ന് ചിന്താ രീതി തന്നെ അവരത് മാറി. അതിപ്പോ നമ്മളെ മുമ്പുള്ള പാരൻസ് ജനറേഷൻ ഓർമ്മിച്ചാൽ അവരെ പോലെ അല്ലല്ലോ നമ്മള്. അപ്പൊ ആ കാലത്തിനനുസരിച്ചിട്ട് ആ മാറ്റം എന്തായാലും വരുന്നുണ്ടല്ലോ. അപ്പൊ അവരെ വഴിക്കേക്ക് നമ്മളെ വലിച്ച സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ആയിരിക്കും തോന്നുന്നു ഇനിയുള്ള ജനറേഷന്. നമ്മളൊരു ആ വഴിക്കേക്ക് എന്തായാലും എല്ലാവരും മുന്നോട്ടല്ലേ ചിന്തിക്കുള്ളൂ. ഇപ്പൊ പഴയ കാലത്ത് നമ്മളെ പാരൻസിന് അല്ലെങ്കിൽ അതിന് മുമ്പുള്ളവർക്ക് ഒന്നും ആലോചിക്കാത്ത 8-10 മക്കളിലുണ്ട് എന്ന് പറയുന്നു ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ ജനറേഷൻ ആകുമ്പോൾ അത് 2-ൽ എത്ര ബിസിനസ് എത്ര പൈസ ഉള്ളവരാണെങ്കിലും കൂടി വന്ന 2-3 അവർക്കൊരു 10 മക്കളെല്ലാം വളർത്തേണ്ട ഇതെല്ലാം ഉണ്ട് എന്നാ പോലും. അപ്പോ ഇന്നുള്ള കുട്ടിയൊക്കെ അതും മാറി അവർ വേറെ വിധത്തിൽ ചിന്തിക്കുന്നു, അത്രേ പറയാൻ പറ്റും. അപ്പൊ നമ്മളെ ജനറേഷനിൽ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല. പക്ഷെ എന്തായാലും വാല്യൂ ആണ് ജീവിതത്തിൽ. അല്ലാതെ നമ്മള് കടിഞ്ഞാണില്ലാത്ത കുതിരേനെ പോലെ എവിടെയും തടഞ്ഞ് വീഴുന്നുള്ള ആണ്. അത് ഫാമിലിയിൽ നിന്ന് തന്നെ ആ ഒരു കാലത്തിനനുസരിച്ച ഒരു വാല്യൂ എന്തായാലും അവർക്ക് കൊടുക്കണം. അത്രയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെപ്പറ്റി ഏതാ നല്ല ക്ലാസ്സിനെ കുറെ ചിന്തിക്കാൻ പറ്റി. യെസ്, ഇന്ദിര മാം പറയും. ഇന്ദിര മാം അഡ്മിറ്റ് ചെയ്തു, പറഞ്ഞു. അഡ്മിറ്റ് ആകുന്നില്ല. സരീന, ജലജ, രമാദേവി. സരീന പറയും. സാറ് പറഞ്ഞ സബ്ജക്റ്റ് ഒരു റെലവൻ്റ് ആയ കാര്യം തന്നെയാണ്. എല്ലാവർക്കും അവരവരുടേതായ വാല്യൂസ് ഉണ്ട്, അവരുടേതായ അവകാശങ്ങളുണ്ട്. എല്ലാം സ്വന്തമാണ്. അതിനകത്തൊരു ഇൻ്ററപ്ഷൻ ഉണ്ടായാൽ അത് ഷെയർ ചെയ്യാനോ അത് പങ്കിടാനോ ആർക്കും ഒരു താല്പര്യമില്ല.
ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് എന്ന് മാത്രമല്ല, യുവതലമുറേനെ മാത്രം പറയണ്ട, ഒരു 45 ഏജിലുള്ള ആളുകൾ വരെയും ഇപ്പം ഒരു ഫാമിലി ലൈഫിൽ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെതായ പേഴ്സണൽ സ്പേസും എൻ്റെതായ ചില കാര്യം, അവർ പറയുന്നത് എൻ്റെ സ്വന്തം ചില കാര്യങ്ങൾക്ക്, എൻ്റെ ചില സ്വകാര്യതകൾക്കെന്നാണ് എല്ലാവരും പറയുന്നത്. ആരും ഷെയർ ചെയ്യാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇതൊക്കെ കണ്ടിട്ടാണോ എന്നറിയില്ല, ഇപ്പോഴത്തെ യുവതലമുറ ഈ ഡൈവേഴ്സ് തന്നെ, വിവാഹം നടന്നാലല്ലേ ഡൈവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഇനി വിവാഹങ്ങൾ പോലും ഇല്ലല്ലോ. ഒരു പറ്റം യുവതലമുറ വിവാഹത്തെ ഇപ്പം ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹമുണ്ട്. അതിനുള്ള ടൈം ആയി എനിക്ക് തോന്നി എന്ന് തോന്നുവാണെങ്കിൽ മാത്രം അങ്ങനെ ഒരു ടൈം വരട്ടെ, അപ്പം ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ പെൺപിള്ളേർക്ക് 25 അല്ലെങ്കിൽ 30 ആകുമ്പോൾ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചാൽ അവർക്ക് താല്പര്യമില്ല. ഇനി നടക്കുന്നത് സാറ് പറയുന്നത് പോലെ എനിക്ക് പേഴ്സണൽ സ്പേസ് വേണം. ആ ഒരു ബൗണ്ടറി അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആര് കയറിയിട്ടുണ്ടോ അതിനെ അവിടെ വെച്ച് കട്ട് ചെയ്യാനാണ് ഇന്നത്തെ ഒരു സമൂഹം തന്നെ ശ്രമിക്കുന്നത്. അത് യുവാക്കളുടെ ഇടയിലും മധ്യവയസ്കരുടെ ഇടയിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നെ ആ ഒരു വൈബോട് കൂടി വളരണവരാണ്. പേഴ്സണൽ സ്പേസ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അതിനെ ഇന്ററപ്റ്റ് ചെയ്ത് കടക്കുന്നത് കൊണ്ടായിരിക്കും ഇന്ന് ഇത്രയധികം ഡൈവേഴ്സുകൾ നടക്കണത്. അപ്പോൾ ആളുകൾ ഒരു കമന്റ് ഇടും, പണ്ടത്തെ പോലെ. ഈ പണ്ടത്തെ കാര്യമൊന്നും ഒരിക്കലും നമ്മളിനി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമെന്ന് തോന്നണില്ല. പണ്ടത്തേത് അത് പഴങ്കഥ. ഇപ്പോൾ പുതിയത് എന്താണോ അത് നിങ്ങൾ ചിന്തിക്കുന്നതാണ് അവർ മുഖത്ത് നോക്കി നമ്മളോട് പറയുന്നത്. അപ്പോൾ സാർ എടുത്ത് എന്തായാലും ഒരു ഇപ്പൊ സമകാലികമായിട്ട് പറയാൻ പറ്റുന്നത് മാത്രമായിട്ടുള്ളൊരു വിഷയമായിട്ട് നമുക്കിടയിൽ മാറിക്കൊണ്ടിരിക്കുക. സാറ് തന്നെ പറഞ്ഞു, കൗൺസിലിങ്ങിൽ വരുമ്പോഴത്തേക്കും എന്താണ് പരിഹാരം എന്ന് ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ എന്തായാലും സാറേ നല്ലൊരു ഇനി കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ടോപ്പിക്കുകൾ ഇതിനെപ്പറ്റി ഉണ്ടാവുക, നമ്മൾക്കിടയിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയ നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ സൈഡ് എല്ലാത്തിനും ഉണ്ടല്ലോ, എല്ലാം ദൈവത്തിന് സമർപ്പിക്കാം എന്നൊരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. ഓക്കെ, താങ്ക് യു സാർ. പുതിയ ജനറേഷൻ ചോദിക്കും എന്തിനകത്ത് റിസ്ക് എടുക്കുന്നതെന്ന് അല്ലേ. നമ്മളെ സംബന്ധിച്ചോളം റിസ്ക് എടുക്കേ പറ്റൂ. കാരണം ഇങ്ങനെ ഒരു പ്രശ്നം വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാകുന്നത് മാതാപിതാക്കളാണ്. അവിടെയാണ് ശരിക്കും ഇപ്പോഴത്തെ സൊസൈറ്റിയുടെ പ്രശ്നം വരുന്നത്. ജലജാമാം എന്തെങ്കിലും ഉണ്ടോ? രമാദേവി മാം? യെസ്, നമസ്കാരം സാർ. പറയും. ഇന്നത്തെ ടോപ്പിക് വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത്. നമുക്ക് പഴയ കാലത്തിലേക്ക്, ഇപ്പൊ തൊട്ട് മുമ്പ് സെറീനമാൻ പറഞ്ഞ പോലെ ഇതിനോട് യോജിക്കുന്ന യുവതലമുറയും മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ റിട്ടയർമെന്റ് കഴിഞ്ഞ് ഒരു എന്താ പറയുക കപ്പിൾ പോലും ഈ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെ ധാരാളം കാണുന്നുണ്ട് സാർ. എന്തിനാണ് ഞാൻ ഇത് സഹിക്കുന്നത്? ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി ഞാൻ ജോലി ചെയ്ത് ഞാൻ ഇതാണ് ആദ്യത്തെ കഥ. അപ്പൊ ആരും ആരെയും വകവയ്ക്കാനോ ആർക്കും ആരുടെയും കാര്യങ്ങളിൽ കൂടുതൽ അറിയാനോ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ അല്ല. എനിക്ക് എന്നിലേക്ക് എന്താണ് വരുന്നത്, എൻ്റെ സ്വാതന്ത്ര്യം എന്താണ്, ആ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു പോവുകയാണ് പലരും. അപ്പൊ ചെറിയ തലമുറയിലുള്ള, അതായത് ഇപ്പോ ന്യൂലി മാരീഡ് എന്ന് മാത്രമല്ല, ആ ഒരു ഇടയിലുള്ള ഒരു 20-നും 40-നും ഒക്കെ ഇടയിലുള്ള അധികം പേർക്കും ഈ ഒരു കാര്യത്തില് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുന്നതിനോടൊന്നും യാതൊരു വിധത്തിൽ യോജിക്കാൻ അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അത് കൊണ്ടുപോകാനൊന്നും താല്പര്യമില്ല. നിങ്ങൾ നേരത്തെ സെറീനമാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതെല്ലാം പഴയ കുറെ കഥകളാണ്. ഇതൊന്നും അല്ല ഇനി നടക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ജീവിതമുണ്ട്. അത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ എന്തിന് അത് സഹിക്കേണ്ട ആവശ്യം? ഞങ്ങൾക്ക് നല്ല ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. ആരെയാണ് ഭയക്കേണ്ടത്? സമൂഹത്തിനെയോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കാൻ പോലും ആളുകൾക്ക് തയ്യാറല്ല. കുട്ടികൾ ഇതിന്റെ ഇടയിൽ നിന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നതായിട്ട് ധാരാളം കേസുകൾ കാണുന്നുണ്ട്. മാതാപിതാക്കൾ അതിലേറെ നിന്ന് ഉരുകുന്ന അവസ്ഥയും കാണുന്നുണ്ട്. ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും ആ ഒരു ഞാൻ എന്നുള്ള ആ ഒരു ബോധം കുറച്ച് അധികം ഇപ്പൊ ഉണ്ട്.
ശരിക്കും വല്ല കല്യാണം നടക്കണില്ലെങ്കിൽ പോട്ടെ, അവരത് ചെയ്യണ്ട, പോട്ടെ, അത് അങ്ങനെ അല്ലാതെ ഇപ്പൊ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികൾ മാത്രമല്ല. എനിക്കറിയുന്ന ഇഷ്ടംപോലെ ആൺകുട്ടികളുണ്ട്. എന്തിനു കല്യാണം കഴിക്കണം, എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണം? ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ചിന്ത. അപ്പൊ പെൺകുട്ടികളോടൊപ്പം ആൺകുട്ടികൾ അതേപോലെ ആകുമ്പോൾ ഈ ലോകത്തിന്റെ ഗതി എങ്ങോട്ടാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിലെ ഉള്ള ഒരു സൊല്യൂഷൻ, കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നവർക്ക് നല്ല രീതിയിൽ ആ പ്രീ മാരേജ് കൗൺസിലിങ്ങില് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ സാധിച്ചാൽ, പൂർണ്ണമായിട്ടും നടക്കുമെന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല പക്ഷെ കുറെയെങ്കിലുമൊക്കെ അവർക്കൊരു അവയർനെസ് കൊടുക്കാനും, ജീവിതം എന്താണ് ജീവിതം, എന്താണ് വിവാഹം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അതിനോട് താല്പര്യവുമില്ല. എന്തായാലും എന്താ, അടിച്ചു പൊളിക്കുക, അതാണ് ജീവിതം. അതിൽ കൂടുതലൊന്നും പറയാൻ തോന്നാറില്ല. നമുക്ക് പറഞ്ഞവരെ കൺവിൻസ് ചെയ്യിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ശരിക്കും. സാർ, ഞാനിത് എൻ്റെ ഒരു അഭിപ്രായം, എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നിയത്. പല കേസുകളും കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവരെ എങ്ങനെ ഒന്ന് നേർവഴി നടത്തും, അല്ലെങ്കിൽ നേർവഴി മീൻസ് അവരുടെ കാര്യത്തിൽ അവർക്കത് നമ്മൾ പറയുന്ന ഒന്നും നേർവഴിയൊന്നും ആയിട്ട് അവർ കണക്കാക്കുന്നേ ഇല്ല. അതുകൊണ്ട് ഇതൊന്നും വഴികളല്ല, വഴികൾ അവർ തീരുമാനിക്കുന്നതാണ്. ആ വഴിയിൽ കൂടി അവർ പോകാൻ തീരുമാനിച്ചാൽ മറ്റാർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെയാണ് ഓക്കെ സാർ, താങ്ക് യു. കൗൺസിലിംഗ് വന്ന ഒരു കുട്ടി പറഞ്ഞതാണ്, ഞാൻ ഒറ്റയാണ്, എനിക്ക് വേറെ ആരും ഇല്ല, സഹോദരങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കല്യാണം കഴിച്ച ഒരു 5 കുട്ടികളെ പ്രസവിക്കുക, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ആ കുട്ടി പറഞ്ഞ, അതിൻ്റെ കഷ്ടപ്പാട് കൂടി ഞാൻ എടുക്കണം അല്ലേ എന്ന് പറയുന്ന പോലെ. രമാദേവി മാം, കുഞ്ഞുമായി മാസ്റ്റർ, രാജു സാർ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. സോ ജോൺ ബേബി സാർ, പറയും. പ്ലീസ്, ഞാൻ പറയാം. പറയും. റിലവൻറ്റ് സബ്ജക്ട് സാർ, ടേക്കൺ ബൈ ജോൺസൺ സാർ. ഇതിൽ പങ്കെടുക്കുന്ന പലരും പ്രഗത്ഭരായ കൗൺസിലർമാരും ഇതിനെപ്പറ്റി പഠിച്ചവരുമാണ്. ഇവരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് നിസ്സഹായത പ്രകടിപ്പിക്കുന്ന ഒരുപാട് വാക്കുകളാണ് ഇപ്പൊ കേൾക്കാൻ കഴിഞ്ഞത്. സാറേ, ഇന്ന് നമ്മുടെ സമൂഹത്തില് യുവ ദമ്പതികൾക്കിടയിൽ കാണുന്ന വലിയൊരു പ്രശ്നമാണ് പരസ്പരം ഒരു സന്തോഷവും ഇല്ലാതെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ച് പ്രയാസപ്പെട്ട് നിരാശയോട് ജീവിക്കുന്ന ഒരുപാട് പേര് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. ഇതിന് ജോൺസൺ സാറ് റിമഡി എന്നതിലേക്ക് കാര്യമായിട്ട് ഒന്നും പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓമന ടീച്ചറൊക്കെ അതിന് ചില നിർദ്ദേശങ്ങളൊക്കെ വെച്ചു, ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെതായിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. സാബു സാർ, സാബു സാർ പിന്നെ തീർച്ചയായും റെമഡിയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഈ ജീവിതം ആദ്യമായിട്ട് നമ്മൾ പവിത്രമാണ് എന്നുള്ളൊരു ബോധം അത് നമുക്കുണ്ടാവണം സാർ. അതിൽ നിന്ന് അകന്നു പോയി തോന്നി ഇഷ്ടം പോലെ ജീവിക്കുക, അത് വിവാഹം എന്തിന് കഴിക്കണം എന്നുള്ള ചിന്താഗതി വരുന്നത് അതിൽ നിന്ന് മാത്രമല്ല. ഞാൻ എന്തിന് മാന്യമായി ജീവിക്കണം, എന്തിന് മാന്യമായി വസ്ത്രം ധരിക്കണം, എന്തിന് എൻ്റെ ചാരിത്രം സംരക്ഷിക്കണം, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം കളഞ്ഞു കുളിച്ച് അതിൻ്റെ അനന്തരഫലങ്ങളാണ് ഞാനിതിന് വിവാഹം കഴിക്കണം. അവിടെയാണ് സാർ തകർന്നു പോകുന്നത്. നമ്മളിതിനൊക്കെ വേണ്ടത് നമ്മുടെ പവിത്രമായ കുടുംബ ബന്ധങ്ങളിലേക്ക്, കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് മടങ്ങിപ്പോകണം സാർ. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്, ഐ ബിലീവ്. അവിടെ ഉത്തരവാദിത്ത ബോധമുള്ള പരിചയസമ്പന്നരായ കുടുംബനാഥന്മാരും അവരെ കുടുംബത്തിലുള്ള മക്കളെ, പേരമക്കളെ, ആ കുടുംബാംഗങ്ങളൊക്കെ സംരക്ഷിച്ച് അവർക്ക് ഓരോ സന്ദർഭത്തിലും വേണ്ടതായിട്ടുള്ള അവർക്ക് വിവാഹപ്രായമാകുമ്പോൾ പറ്റിയ ഉചിതമായ നല്ല വിദ്യാഭ്യാസമുള്ള, സ്വഭാവഗുണങ്ങളുള്ള, ഡിസിപ്ലിനിലുള്ള, സൗന്ദര്യമുള്ള, സമ്പത്തുള്ള, കുടുംബമഹിമയുള്ള എല്ലാ ഗുണങ്ങളുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ കണ്ടെത്തി വിവാഹം ചെയ്ത് കൊടുക്കുന്നു. വളരെ സന്തോഷകരമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. മറിച്ച് ഇവരെ കയറൂരി വിട്ട് ഇവർക്ക് തോന്നിയതുപോലെ പുറത്തേക്ക് പോയാൽ പിന്നെ അവരെ ചെന്ന് പെടുന്നത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള പഴമൊഴി നമ്മൾ കേട്ടതല്ലേ സർ? ഇളമാൻ കടവറിയില്ല എന്ന് നമ്മൾ പഠിച്ചതല്ലേ സർ? ഇത് തൊലിപ്പുറം കണ്ട്
തൊലിവെളുപ്പ് കണ്ട് ഏതെങ്കിലും കുട്ടികളെ പിന്നാലെ പോയി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിച്ച് പിന്നീട് തകർന്നടിയുന്ന കുടുംബ ബന്ധങ്ങളാണ്, വിവാഹ ബന്ധങ്ങളാണ് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കൗൺസിലിങ്ങിനോ മറ്റുള്ള മാനസിക ചികിത്സകന്മാർക്കോ ഒന്നും പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ കുടുംബം എന്നുള്ള ഒന്നിച്ചു കൂടുമ്പോൾ സന്തോഷവും ഇമ്പവും ഉണ്ടാകുന്ന കുടുംബ ബന്ധം, അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും. അതിൻ്റെ തുടർച്ചയാണ് വിവാഹവും. ഇത് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾ കണ്ടു പഠിക്കുന്നു, അവരിൽ നിന്ന് പേരമക്കൾ കണ്ടു പഠിക്കുന്നു. പിന്നെ നമ്മൾ പാശ്ചാത്യരുടെ മറ്റ് ചിന്താഗതികൾ, മറ്റുള്ള രാജ്യക്കാര്, അതൊക്കെ നമ്മൾ വെറുതെ പറയാന്നല്ലാതെ അതൊന്നും ഒരു സന്തോഷകരമായ ജീവിതമല്ല. ഇപ്പൊ മനോഹർ സാർ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ 1/3 വിവാഹമോചനം നടക്കുന്നു. വിവാഹമോചനം നടക്കുന്ന ദമ്പതികൾ ഇല്ലാതെ ജീവിക്കുന്ന ദമ്പതികൾക്കിടയിൽ തന്നെ പരസ്പരം സന്തോഷകരമോ നല്ല അനുഭവങ്ങളോട് ജീവിക്കുന്ന കുടുംബാംഗങ്ങളും ദമ്പതികളും വളരെ കുറവാണ് സർ. ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ആ പഴയ സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോവുക. കൂട്ടുകുടുംബം, അതിന് കുടുംബത്തിന് നാഥന്മാർ, അത് ജീവിതം പവിത്രമാണെന്ന് ധാരണ ഉണ്ടാവുക, മൂല്യങ്ങൾ സംരക്ഷിക്കുക. അവനവൻ്റെ ജീവിതം തകർക്കാനുള്ളതല്ല, അത് സന്തോഷകരമായി ജീവിക്കാനുള്ളതാണ്, തലമുറകൾക്കും കൂടി ബാധിക്കുന്നതാണെന്നുള്ള ബോധത്തോട് ജീവിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പരിഹാരമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സർ. താങ്ക് യു സാബു സാർ. നന്ദി സർ. താങ്ക് യു. പോൾ സാർ നിങ്ങൾ പറയുന്നോ? ഞാൻ പറയായിരുന്നു, ഗ്രൂപ്പ് തെറാപ്പി അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞതെന്നുള്ളത് ഇദ്ദേഹം കേട്ടില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറില്ല. ആക്ച്വലി എല്ലാ ICTയിൽ നടക്കുന്ന ഗ്രൂപ്പ് തെറാപ്പിയിൽ പ്രശ്നങ്ങളുള്ള കപ്പിൾസ് തുടർച്ചയായിട്ട് വരികയും അവരുടെ പ്രശ്നങ്ങൾ അവർ മാറ്റുകയും, ഇൻഡിവിജ്വൽസ് കപ്പിൾ അല്ലാതെ ഇൻഡിവിജ്വൽസ് ആയിട്ട് വന്നിരിക്കുകയും തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു വർഷം തുടർച്ചയായിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറഞ്ഞത് വളരെ ശക്തമായ ഒരു കാര്യമാണ്. എളുപ്പമല്ല, വളരെ സാവധാനത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും, അതായത് ഡൈവോഴ്സ് വേണം എന്നുള്ള കണ്ടീഷനിൽ പ്രശ്നങ്ങളായി വന്ന ദമ്പതികൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഒരു കൃത്യമായിട്ട് ഗ്രൂപ്പ് തെറാപ്പിയിൽ മാറ്റങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ഇഫക്റ്റീവായിട്ടൊരു കാര്യമാണ്. അത് സാധിക്കും എന്ന് ഈ കുഞ്ഞുവൈ സാറിനോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ശരിയാ സാറേ. കാരണം എന്താ വെച്ചാൽ ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണെന്ന് ഗ്രൂപ്പ് തെറാപ്പിയിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇത് എന്റെ മാത്രം പ്രശ്നമാണ്, എനിക്ക് അതാരോടും പറയാൻ പറ്റത്തില്ല, മോശമാണ്, നാണക്കേടാണെന്ന് പറയുന്ന ആ കോൺസെപ്റ്റൊക്കെ അവിടെ മാറിയിട്ട് ഓപ്പൺനെസ്സിലേക്ക് വരും. വേണ്ടവർക്ക് ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി. അല്ല, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തീർച്ചയായും അത് വളരെ കറക്റ്റാണ് സാർ പറഞ്ഞത്. ഇത് ഇവിടെ മാത്രമല്ല, ഈ സ്കൂളുകളിൽ പോലും ഇപ്പം നമ്മൾ സ്കൂൾ കുട്ടികളുടെ അടുത്ത് സ്കൂളിലെ കൗൺസിൽ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് കൂടുതൽ ഗ്രൂപ്പ് തെറാപ്പിയാണ്. കാരണം ഒരാളുടെ പ്രശ്നം ഒത്തിരി പേർക്ക് അഡ്രസ്സ് ആയിക്കോളും. ഇൻഡിവിജ്വലായിട്ട് പറയേണ്ട കാര്യമില്ല. ഒരാളുടെ പ്രോബ്ലം മറ്റുള്ളവർക്കൊക്കെ അനുഭവസ്ഥരായിരിക്കും. അപ്പോൾ അവർക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാർ പറഞ്ഞില്ലേ, പ്രശ്നം നമ്മളല്ല പറയുന്നത്, സൊല്യൂഷൻ അവർ തന്നെയാണ് പറയുന്നത്. അത് തന്നെയല്ലേ ഏറ്റവും വലിയ കൗൺസിലിംഗ് മെത്തേഡ്. നമ്മളെന്തിനാ വിഷമിക്കുന്നത്? അവരെ കൊണ്ട് സൊല്യൂഷൻ പറയിപ്പിക്കുക. അല്ലെങ്കിൽ ഒരൊറ്റ ആളുടെ സൊല്യൂഷൻ പലർക്കും സൊല്യൂഷനായിട്ട് മാറും. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. പക്ഷെ ഇത് പ്രായോഗികമാണോ? ഇപ്പം സാർ പറഞ്ഞ ICTയിലൊക്കെ നടക്കും. കാരണം ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. PCT ഒക്കെ ചെയ്യാൻ പറ്റും. അത് നമ്മളൊക്കെ ശരിക്കും ഒന്ന് ഒന്നിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ പ്രോസസ് ചെയ്യാം. ഒത്തിരി നമ്മൾ വിചാരിച്ചാൽ സാധിക്കാവുന്ന ഒരു വളരെ കാര്യമാണ്. ഈസിയാണ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് നമുക്കുണ്ട്. ഇനി ആരോടും പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സാണ് ഇവിടുത്തെ ഏറ്റവും പ്രശ്നം. മറച്ചു വെക്കുന്നു, നാണക്കേട്, കൗൺസിൽ എടുത്ത് ആ ഒരു കോൺസെപ്റ്റ് മാറിക്കഴിഞ്ഞു. എങ്കിലും അതൊക്കെ ഇച്ചിരി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല. ഇതൊക്കെ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന പോലെ നടന്നാൽ മതി, ഒരു പ്രശ്നമില്ല. നമ്മുടെ ആളുകൾക്കാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. പറയാൻ പറ്റില്ല, പറഞ്ഞാൽ നാണക്കേട്, അത് ഇത് പ്രശ്നം. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ജോൺ ബേബി സാർ ഇത്രയൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞപ്പോൾ ഏതെങ്കിലുമൊക്കെ ക്ലൈൻറ്റ് വിചാരിക്കും ഇത് എൻ്റെ കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം പോലും വരും. അല്ലേ? അത് എന്നെക്കുറിച്ചാണ് പറയുന്നത്. എന്നെക്കുറിച്ച് എന്നുള്ള ചിന്തയുടെ ആവശ്യമില്ല. ഇതൊക്കെ ജനറലാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് മതി. ഓക്കെ, ജോൺ ബേബി സാർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സാർ ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വൈൻഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Let's wind up. Thank you for the time. Thank you very much. Good night. Bye.
Right.